ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളുള്ള ഫോൺ ദിലീപിന്റെ കയ്യിലെന്ന് പോലീസ്. പൾസർ സുനി ഫോൺ ദിലീപിന് കൈമാറിയെന്ന് പോലീസ് റിപ്പോർട്ട്. ദിലീപ് നാളെ വൈകിട്ട് വരെ കസ്റ്റഡിയിൽ. ചോദ്യം ചെയ്യൽ തുടരുന്നു. മതിയായ തെളിവുണ്ടെന്ന് പ്രോസിക്യൂഷൻ. പിന്നെന്തിന് മാപ്പുസാക്ഷിയെന്ന് അഡ്വക്കേറ്റ് രാംകുമാർ. മുൻ പോലീസ് മേധാവി സെൻകുമാറിനെതിരെ കേസെടുക്കാൻ നിയമോപദേശം. പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലിന്റെ ഇടപെടൽ. സെൻകുമാർ മതസ്പർദ്ധ വളർത്തിയെന്ന പരാതിയിൽ. സ്വാശ്രയ പ്രവേശനത്തിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ വിമർശം. സ്വാശ്രയ ഓർഡിനൻസ് വൈകിച്ചത് എന്തിന്? ഫീസ് നിർണ്ണയിക്കാൻ 11 മണിക്കൂർ വരെ കാത്തിരിക്കണോ എന്നും കോടതി. MBBS ഫീസ് കുറച്ചു, BDSന് കൂട്ടി. പ്രവേശന മേൽനോട്ട സമിതിയുടെ സാധുതയിൽ വിധി തിങ്കളാഴ്ച. നീറ്റ് കൌൺസിലിംഗുമായി മുന്നോട്ടു പോകാമെന്ന് സുപ്രീം കോടതി. തിങ്കളാഴ്ച മുതൽ നഴ്സുമാർ പ്രഖ്യാപിച്ച അനിശ്ചിതകാല സമരം താൽക്കാലികമായി തടഞ്ഞ് ഹൈക്കോടതി. സമരം നിയമവിരുദ്ധം. മനുഷ്യജീവന് വിലയുണ്ടെന്നും കോടതി. ജോലിക്ക് കയറണമെന്ന് നഴ്സുമാരോട് ആരോഗ്യമന്ത്രി. പിന്തുണയർപ്പിച്ച് VS സമരപ്പന്തലിൽ. വിട്ടുവീഴ്ചയില്ലെന്ന് നഴ്സുമാർ. ആശുപത്രികൾ അടച്ചിടാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് KPHA. മൂന്നാറിലെ റവന്യൂ ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റത്തിൽ പിഴവ് ഏറ്റുപറഞ്ഞ് മന്ത്രി E. ചന്ദ്രശേഖരൻ. തിടുക്കത്തിലുള്ള നടപടി വേണ്ടിയിരുന്നില്ല. ഒഴിപ്പിക്കൽ സംഘത്തിലെ ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റിയ തീരുമാനം മരവിപ്പിച്ചു. ദിലീപിനെതിരെ തെളിവുകളായോ? നടിയെ ആക്രമിച്ച ദൃശ്യങ്ങളടങ്ങിയ ഫോൺ ദിലീപിന്റെ കയ്യിലാണെന്ന് പോലീസ്. ഫോൺ കൈമാറിയത് സുനിയുടെ മുൻ അഭിഭാഷകനായ പ്രതീഷ് ചാക്കോയാണെന്നാണ് സംശയിക്കുന്നത്. ദിലീപ് വാഗ്ദാനം ചെയ്ത പണം നൽകിയില്ല. ഇതേ തുടർന്നാണ് മറ്റു പ്രതികൾ ദിലീപിനെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയത് എന്നും ജാമ്യ ഹർജി എതിർത്തുള്ള റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. മൊബൈൽ ഫോൺ ദൃശ്യങ്ങൾ ദിലീപിന് പൾസർ സുനി എത്തിച്ചു നൽകിയെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. അഭിഭാഷകനായ പ്രതീഷ് ചാക്കോ വഴിയാണ് ദിലീപിന് സുനി ദൃശ്യങ്ങൾ കൈമാറിയത്. അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നു. പോലീസ് കസ്റ്റഡിയിൽ തുടരുന്ന ദിലീപിനെ കേന്ദ്ര എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു. വിദേശത്തെ സാമ്പത്തിക ബന്ധങ്ങൾ, ബിനാമി ഇടപാടുകൾ എന്നിവ സംബന്ധിച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. ജനപ്രതിനിധികളെ ചോദ്യം ചെയ്യാൻ പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ലെന്ന് SP AV ജോർജ് പറഞ്ഞു. അത് ഞാൻ മാത്രം പറഞ്ഞാൽ പോരാ. അത് ടീമുണ്ട്, ആ ടീമിൻ്റെ ഹെഡുണ്ട്. അവരെല്ലാം കൂടി ആലോചിച്ചിട്ട് എല്ലാവരും ആലോചിച്ചിട്ടില്ല. ആവശ്യമാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത്. ഏത് അന്വേഷണവുമായും സഹകരിക്കാൻ തയ്യാറാണെന്ന് അൻവർ സാദത്ത് MLA വിശദീകരിച്ചു. ദിലീപിനെ വർഷങ്ങളായി അറിയാം. കേസ് സംബന്ധിച്ച് ബന്ധമില്ല. പോലീസിന്റെ അന്വേഷണത്തിൽ ദിലീപ് തെറ്റുകാരനായി പ്രതിയായി കണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഞാൻ പറയുന്നു, ദിലീപ് എൻ്റെ സുഹൃത്തൊക്കെയാണ്. പക്ഷേ ദിലീപ് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റില്ല. അതിന് തക്കതായ ശിക്ഷ നൽകണമെന്ന് എൻ്റെ അഭിപ്രായം. കാരണം ആ സഹോദരി എനിക്ക് പരിചയമുള്ളതാണ്. ആ സഹോദരിയെ പൾസർ സുനിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി. പ്രതീഷ് ചാക്കോ അറസ്റ്റിനെ ഭയക്കുന്ന എന്തിനെന്ന് ഹൈക്കോടതി ചോദിച്ചു. ചോദ്യം ചെയ്യാൻ ഹാജരാകാനുള്ള നിർദ്ദേശം അറസ്റ്റിനുള്ള സന്ദേശമല്ല. ഇത് പ്രതീഷ് ചാക്കോ ഇതുവരെ പാലിച്ചിട്ടില്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. ന്യൂസ് 18 കൊച്ചി. ദിലീപിന്റെ പോലീസ് കസ്റ്റഡി നാളെ വൈകിട്ട് 5 മണി വരെ നീട്ടി. കസ്റ്റഡി നീട്ടണമെന്ന പോലീസിന്റെ അപേക്ഷ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി അംഗീകരിച്ചു. ദിലീപ് സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് കോടതി നാളത്തേക്ക് മാറ്റി. കേസിൽ ദിലീപിനെതിരെ മതിയായ തെളിവുകളുണ്ടെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു. കേസിൽ സാക്ഷികളില്ലാത്തതിനാൽ മാപ്പുസാക്ഷികളെ തേടുകയാണ് പോലീസ് എന്നായിരുന്നു അഡ്വക്കേറ്റ് K. രാംകുമാറിന്റെ വാദം. 2 ദിവസത്തെ പോലീസ് കസ്റ്റഡി അവസാനിച്ച സാഹചര്യത്തിൽ രാവിലെ 10:30യോടെയാണ് ദിലീപിനെ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിച്ചത്. കൂടുതൽ അന്വേഷണത്തിനും ചോദ്യം ചെയ്യലിനുമായി 1 ദിവസം കൂടി പോലീസ് കസ്റ്റഡിയിൽ വേണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. കസ്റ്റഡി ആവശ്യം അനുവദിച്ച കോടതി ദിലീപിനെ നാളെ വൈകിട്ട് 5 മണിക്ക് മുമ്പായി കോടതിയിൽ ഹാജരാക്കണമെന്ന നിർദ്ദേശവും നൽകി. എന്നാൽ ഗൂഢാലോചനയിൽ ദിലീപിനെ ബന്ധപ്പെടുത്താനുള്ള കണ്ണുകളെയാണ് പോലീസ് അന്വേഷിക്കുന്നതെന്ന് പോലീസ് കസ്റ്റഡിയെ എതിർത്ത ദിലീപിന്റെ അഭിഭാഷകൻ പറഞ്ഞു. എന്തിനാണ് തുടരന്വേഷണമെന്ന് പ്രോസിക്യൂഷൻ പറയണമെന്നും രാംകുമാർ കോടതിയിൽ ആവശ്യപ്പെട്ടു. മാപ്പുസാക്ഷിയെ സംഘടിപ്പിക്കാനാണ് പോലീസിന്റെ ശ്രമമെന്ന് കോടതിക്ക് പുറത്ത് രാംകുമാർ പ്രതികരിച്ചു. സാക്ഷിയില്ലാത്തതുകൊണ്ട് മാപ്പുസാക്ഷി അന്വേഷിച്ച് നടക്കണം പോലീസ്. കസ്റ്റഡി ആപ്ലിക്കേഷൻ നാളെ 5 മണി വരെ കൊടുത്തിട്ടുള്ളൂ. ജാമ്യാപേക്ഷ നാളെ ഉച്ചയ്ക്കാണ്. അതുവരെ എന്തെങ്കിലും ചെയ്യണ്ടേ കോടതി? ഈ മാപ്പുസാക്ഷി ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. കസ്റ്റഡി കാലാവധി നീട്ടണമെന്നാവശ്യപ്പെട്ട സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ദിലീപിനെതിരെ കൃത്യമായ തെളിവുണ്ടെന്ന് കോടതി അറിയിച്ചു. കേസിലെ പ്രധാന തെളിവായ ദൃശ്യങ്ങളടങ്ങിയ മൊബൈൽ ഫോൺ കണ്ടെത്തേണ്ടതുണ്ടെന്നും
അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പ്രോസിക്യൂട്ടർ എ സുരേശൻ നിലപാടെടുത്ു. കേസിലെ ഗൂഢാലോചനയ്ക്ക് ദിലീപിനെതിരെ തെളിവുണ്ടെന്ന് എ സുരേശൻ മാധ്യമങ്ങളോടും ആവർത്തിച്ചു. അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ നാളെ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ റിപ്പോർട്ട് കൊടുക്കും. കോടതി കൊടുക്കാൻ ആവശ്യപ്പെട്ടു. പോലീസ് ശ്രമിക്കുന്നതെന്നാണ് പറയുന്നത്. മതിയായ തെളിവ് കിട്ടിയിട്ടുണ്ട്. ദിലീപിന്റെ ജാമ്യാപേക്ഷയിൽ നാളെ ഉച്ചയ്ക്ക് ശേഷം അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി കൂടുതൽ വാദം കേൾക്കും. തുടർന്ന് വിധി പറയും. ദിലീപിനെതിരായ തെളിവുകൾ കണ്ണുചേർത്ത് കേസ് ശക്തമാക്കാനാണ് പോലീസിന്റെ ശ്രമം. കേസിലെ പഴുതുകൾ കണ്ടെത്തി ദിലീപിനെ രക്ഷിച്ചെടുക്കാൻ അഭിഭാഷകരും ശ്രമിക്കും. ശ്യാം ദേവരാജ്, ന്യൂസ് 18, കൊച്ചി. ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ അഡ്വക്കേറ്റ് ജയശങ്കർ കൊച്ചിയിൽ നിന്നും അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ അഡ്വക്കേറ്റ് ഹരീഷ് വാസ്തവൻ അദ്ദേഹത്തിന്റെ കൊച്ചിയിലെ ഓഫീസിൽ നിന്നും ചർച്ചയിൽ ചേരും. ശ്രീമതി ബിന്ദു കൃഷ്ണ, കോൺഗ്രസ് നേതാവ്, കൊല്ലം സ്റ്റുഡിയോയിലുണ്ട്. ശ്രീ സുഭാഷ് ബാബു, മുൻ റിട്ടയർഡ് SP, അദ്ദേഹം കോഴിക്കോട് നിന്ന് ചർച്ചയിൽ ചേരും. അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ, സുപ്രീം കോടതി അഭിഭാഷകൻ, ടെലിഫോണിലൂടെ ഈ ചർച്ചയിൽ ചേരുന്നുണ്ട്. PC ജോർജിനെ ഞങ്ങൾ ടെലിഫോണിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അഡ്വക്കേറ്റ് ജയശങ്കർ, തെളിവുകളില്ല എന്ന് പ്രതിഭാഗവും മതിയായ തെളിവുണ്ട് എന്ന് പ്രോസിക്യൂഷനും പറയുന്നു. സ്വാഭാവികമായ കാര്യമാണത്. ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന മാധ്യമങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വാർത്ത, ഈ പോലീസ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിട്ടുള്ള ഈ സിം കാർഡ് ദിലീപിന്റെ കൈവശമാണുള്ളത് എന്നതാണ്. ദിലീപിന് കൈമാറുകയായിരുന്നു പൾസർ സുനി. ഈ അഭിഭാഷകനായ പ്രതീഷ് ചാക്കോയിലൂടെ ദിലീപിന്റെ കൈവശമാണ് അതുള്ളത് എന്ന കാര്യമാണ് പോലീസ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ റിപ്പോർട്ടിനകത്ത്. ഈ തെളിവുകൾ ഉണ്ട് എന്നത് എത്രത്തോളം വിശ്വസിക്കാവുന്നതാണ്? ഉള്ള തെളിവുകളെ ചേർത്ത് വെക്കാനാകുന്നുണ്ട് പോലീസിന് എന്ന തോന്നൽ ഉണ്ടാകുന്നുണ്ടോ? ആവശ്യത്തിന് തെളിവുകളില്ലാതെ ദിലീപിനെ പോലെ ഒരു പ്രസിദ്ധനായ സിനിമാ നടനെ പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം നമ്മുടെ പോലീസിന് പലതരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ളതുകൊണ്ട്, പല പ്രയാസങ്ങളുണ്ടാവും എന്നുള്ളതുകൊണ്ട്, പിന്നെ ഇതുകൊണ്ട് ഭാവിയിലേക്ക് വലിയ കുതർക്കങ്ങൾക്ക് ഇത് വഴിവെക്കും എന്നുള്ളതുകൊണ്ട് വെറും ഊഹത്തിൻ്റെയോ സംശയത്തിൻ്റെ പേരിൽ ഒരാളെയും പോലീസ് അറസ്റ്റ് ചെയ്യാൻ സാധ്യതയില്ല ഇന്നത്തെ കാലത്ത്. പൾസർ സുനിയെ ഓടിച്ചിട്ട് പിടിച്ച പോലെയല്ലല്ലോ. ഈ നാട്ടിൽ വളരെ പ്രസിദ്ധനായ, വളരെ സ്വാധീനശക്തിയുള്ള, ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും വലിയ ആൾ സ്വാധീനമുള്ള ഒരാളെ അങ്ങനെ പോലീസ് വേട്ടയാടും എന്ന് വിചാരിക്കാൻ ന്യായമില്ല. അപ്പോൾ തീർച്ചയായിട്ടും പോലീസിന് ആവശ്യത്തിനുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എല്ലാ കണ്ണികളും കോർത്തിണക്കിയാൽ മാത്രമേ അവർക്ക് ഈ നിശ്ചിത ദിവസത്തിനകത്ത് കുറ്റപത്രം കോടതിയിൽ കൊടുക്കാൻ കഴിയുള്ളൂ. കാരണം അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വിചാരണയിലേക്ക് പോകുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം. അപ്പോൾ എല്ലാ തെളിവുകളും ചേർത്ത് വെച്ച് ഇതിൻ്റെ ഒരു യുക്തിസഹമായ പരിണാമത്തിൽ എത്തിക്കാനാണ് നമ്മുടെ പോലീസുകാർ ശ്രമിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേസ് അന്വേഷിക്കുന്നതൊക്കെ പ്രഗത്ഭന്മാരായ ഉദ്യോഗസ്ഥരാണ്. അവരുടെ സത്യസന്ധതയെക്കുറിച്ചോ കാര്യപ്രാപ്തിയെക്കുറിച്ചോ ഒന്നും സംശയത്തിന് യാതൊരു അവകാശമില്ല. ഇത് CBIയെക്കാളും നമ്മുടെ ലോക്കൽ പോലീസിനാണ് അന്വേഷിക്കാൻ നല്ലത്. അപ്പോൾ ശരിയായ ദിശയിലാണ് ആ അന്വേഷണം പുരോഗമിക്കുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ തിരിച്ചു വരാം. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, എല്ലാ കണ്ണികളും കോർത്തിണക്കുക എന്നതാണല്ലോ പരമപ്രധാനമായിട്ടുള്ളത്. അദ്ദേഹം അത് പറഞ്ഞു. എല്ലാ കണ്ണികളും കോർത്തിണക്കാൻ സാധിക്കുന്ന അവസ്ഥയിലാണോ ഇതിപ്പോൾ? നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതല്ല, കോടതിക്കകത്ത് പോലീസ് അന്വേഷണത്തിലൂടെയും അതിൻ്റെ തുടർ പ്രോസസ്സിലൂടെയും തന്നെ തീരുമാനിക്കപ്പെടേണ്ടതാണ്. എങ്കിൽ തന്നെയും നമുക്ക് മുന്നിൽ പ്രതിഭാഗത്തിൻ്റെയും പ്രോസിക്യൂഷൻ്റെയും പറച്ചിലുകളുണ്ട്, അവർ പറഞ്ഞ കാര്യങ്ങളുണ്ട്, തെളിവ് സംബന്ധിച്ച് അവരുടെ അഭിപ്രായങ്ങളുണ്ട്, അവരുടെ നിലപാടുകളുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് ചർച്ചയും ആണ്. ഈ പറയുന്ന ഇത്രക്ക് പ്രമാദമായ കേസിൽ, ഇത്രക്ക് ഗുരുതരമായ ആരോപണത്തിൽ ഈ കാര്യങ്ങളെ ചേർത്ത് വെക്കാനാകുന്നുണ്ട് പോലീസിന് എന്ന തോന്നൽ ഉണ്ടാകുന്നുണ്ടോ? ലേബർ റൂമിന് പുറത്തു നിന്നുകൊണ്ട് പിറക്കാൻ പോകുന്ന കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് പ്രവചിക്കുന്ന രീതിയിലുള്ള മാധ്യമ ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം നമുക്കറിയാം, ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജാണ്. ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞതുപോലെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറ്റപത്രത്തിൽ പോലും എത്തിയിട്ടില്ല. ഇനിയും തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തെളിവ് ശേഖരിക്കാൻ പോലീസ് സമയം ചോദിച്ചുകൊണ്ടാണ് വാസ്തവത്തിൽ കസ്റ്റഡി പോലും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ദിലീപിനെ ഉൾപ്പെടെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രാഥമികമായി കിട്ടിയ തെളിവുകളിൽ നിന്ന് ആ കണ്ണികൾ, വിട്ടുപോയ കണ്ണികൾ ഏതാണോ അത് പൂർത്തീകരിക്കുന്നതിനാണ് ഇപ്പോൾ പ്രോസിക്യൂഷന് സമയം കിട്ടിയിരിക്കുന്നത്. അതാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം പ്രോസിക്യൂഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ കോടതിക്ക് തോന്നിയത് കൊണ്ടാണല്ലോ കോടതി കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നതും ആ അന്വേഷണം പുരോഗമിക്കുന്നതും. സ്വാഭാവികമായിട്ടും ഒരു ഉത്തമ പൊതു താല്പര്യമുള്ള ജനത എന്നുള്ള നിലയ്ക്ക് നമ്മൾ വളരെ ക്ഷമാപൂർവ്വം പോലീസിന്റെ വേർഷന് വേണ്ടി കാത്തിരിക്കേണ്ട സമയമാണ്, കുറ്റപത്രത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട സമയമാണ്. എന്നാൽ പ്രതിഭാഗത്തിന് പുറത്ത് പറയാനുള്ളതെല്ലാം അവർ പല രീതിയിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ കേസിന്റെ മെറിറ്റിൽ
ചർച്ചകൾ നടത്തുന്നതിനെ ശക്തമായി എതിർക്കുമ്പോഴും അതിന്റെ സാംസ്കാരികമോ സാമൂഹികമോ ആയ തലം നമുക്ക് ചർച്ച ചെയ്യാം. തീർച്ചയായിട്ടും എങ്ങനെയാണ് സിനിമയിൽ നിന്ന് ഇത്രയധികം മാഫിയ പ്രവർത്തനങ്ങൾ പ്രാഥമികമായി വെളിപ്പെട്ടു വന്നിരിക്കുന്നത്? ഈ ഇരയെ എങ്ങനെയെല്ലാമാണ് സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും പുറത്തുമൊക്കെ ഇത്ര രീതിയിൽ അപഹസിക്കുന്നത്? പ്രതിഭാഗം അഭിഭാഷകർ എങ്ങനെയാണ് കോടതിക്ക് പുറത്ത് ഇത്തരത്തിലുള്ള മാധ്യമങ്ങളെ കാണുമ്പോൾ ഇത്തരത്തിലുള്ള ചർച്ചകൾ തുടക്കമിടാനുള്ള ചില പഴുതുകൾ എറിഞ്ഞു കൊടുത്തുകൊണ്ട് ഈ ചർച്ചകളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഇത്തരത്തിലുള്ള വിഷയങ്ങൾക്കപ്പുറം എൻ്റെ മുമ്പിൽ വ്യക്തിപരമായി പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടിലെ ഇപ്പോഴത്തെ സ്റ്റേജ് എന്താണ് എന്നുള്ളതില്ല. തീർച്ചയായിട്ടും ജയശങ്കർ സാർ സൂചിപ്പിച്ചതുപോലെ ദിലീപിനെ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ പോലീസ് സംവിധാനം ആവശ്യമായ പ്രാഥമികമായ തെളിവുകൾ ശേഖരിക്കും എന്ന പൊതു സമൂഹത്തിന്റെ വിശ്വാസത്തെ ബലപ്പെടുത്തുന്നതാണ് മജിസ്ട്രേറ്റിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഒരു കേസ് അന്വേഷണത്തിൽ തൽക്കാലം മജിസ്ട്രേറ്റിനെ ബോധ്യപ്പെടുത്തിയാൽ ഈ കുറ്റപത്രം വരെയുള്ള കസ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അത് ശക്തമായി പോലീസ് മുന്നോട്ട് കൊണ്ടുപോകട്ടെ. ആ പ്രോസിക്യൂഷനെ നമ്മൾ മാറി നിന്ന് സഹായിക്കുകയാണ് വേണ്ടത്. അതിന്റെ സാമൂഹിക വശമാണ് വാസ്തവത്തിൽ നാം ചർച്ച ചെയ്യേണ്ടത്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ, പ്രാഥമികമായ തെളിവുകൾ ശേഖരിക്കപ്പെട്ടിട്ടുണ്ടാകും എന്ന ഒരു തോന്നൽ ആണുള്ളത്. എന്നാലും കൂടുതൽ തെളിവുകളിലേക്ക് ശേഖരിക്കേണ്ടതുണ്ട് പോലീസിന് എന്ന് അവർ തന്നെയും വ്യക്തമാക്കുന്നുമുണ്ട്. ഇപ്പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ടുള്ള ഈ ദൃശ്യങ്ങളടങ്ങിയ സിം കാർഡ് ലഭിച്ചിട്ടില്ല, അത് ദിലീപിൻ്റെ കയ്യിലാണ് ഉള്ളത് എന്ന ഉറപ്പില്ലാത്ത ഊഹം പോലീസ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. നോക്കൂ, ദിലീപിനെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരാളെ അറസ്റ്റ് ചെയ്തത് മതിയായ തെളിവുകളില്ലാതെയാണ് എന്ന പ്രതിഭാഗത്തിൻ്റെ വാദം ശരിയാണ് എന്ന തോന്നലിന് എത്രത്തോളം അടിസ്ഥാനമുണ്ടാകും? ഇങ്ങനെയൊക്കെ ചോദിച്ചു ഞാൻ എന്താ പറയുക, അവർക്ക് അവരുടേതായ ഡിഫൻസ് എല്ലാം ഉണ്ടാവില്ലേ, അവർക്ക് അവരുടെ കേസ് എന്താണെന്നുള്ളത് നന്നായിട്ട് അറിയാമല്ലോ. പ്രോസിക്യൂഷന് ഇതുപോലത്തെ എവിഡൻസ് ഇത്രയും നാളായിട്ട് അത് സീസ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. ഇനി ഇത് നമ്മള് സീസ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ പോലീസ്, ഐ ഡോണ്ട് തിങ്ക് പോലീസ് ഒരു തീരെ ഒരു എന്താ പറയാ അവരുടെ ഒരു ഡിഫൻസ് അവര് സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും ചില സമയത്തെല്ലാം. പിന്നെ ഇത് നമ്മൾ ഇവിടെ വാട്ട് ആർ വി ഡൂയിങ്, ഐ ഡോ നോട്ട് നോ. ഇതിലെന്ത് സാമൂഹിക പ്രതിബദ്ധത, ഇതെല്ലാം സാമൂഹിക പ്രതിബദ്ധത അല്ലെങ്കിൽ അതുപോലത്തെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടായിരുന്നു. അപ്പോ അത് റെഡിക്കുലസ് അല്ലേ? അത് അങ്ങനെ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്, ആ ഇൻവെസ്റ്റിഗേഷൻ പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്, മജിസ്ട്രേറ്റ് നോക്കുന്നുണ്ട്. ഈവൻ ഹൈക്കോടതിക്ക് പോലും ഇൻവെസ്റ്റിഗേഷന്റെ ടൈമിൽ ഇന്റർഫിയർ ചെയ്യാനുള്ള അധികാരമില്ല എന്നെല്ലാം പറഞ്ഞിരിക്കുമ്പോൾ പ്രോസിക്യൂട്ടിംഗ് ഏജൻസി അവരുടെ കസ്റ്റഡി പീരിയഡിൽ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾ എന്തിനാ ഇവിടെ ഇരുന്നിട്ട് എന്താണ് ഫൈനൽ റിപ്പോർട്ട് വരുന്നത് വരെ കസ്റ്റഡി വേണം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒപ്പീനിയൻ എല്ലാം ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാക്കി കൊടുക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ രഞ്ജിത്ത് മാരാർ, ഞാൻ താങ്കളുടെ അഭിപ്രായം ഞാൻ കഴിഞ്ഞ ദിവസവും കേട്ടതാണ്. ഇത് ഇത്രമേൽ പ്രമാദമായൊരു കേസാണ്. ഈ കേരളത്തിൽ അങ്ങനെ പതിവില്ലാത്തൊരു കാര്യമാണ്. വളരെ പ്രധാനപ്പെട്ട മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടി റോഡിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ട കേസാണ്. അതിൽ കേരളത്തിലെ സിനിമ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്, സ്വാധീന ശക്തിയാണ്. അതിനകത്തെ മൂന്നാമത്തെ അധികാര കേന്ദ്രം എന്ന് പറയാവുന്ന ഒരാൾ പോലീസ് കസ്റ്റഡിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ്. അത് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ അഭിഭാഷകനും പ്രോസിക്യൂഷന്റെ അഭിഭാഷകനും മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ജനം ഇത് കേൾക്കുന്നുണ്ട്. അത് ചർച്ച ചെയ്യുക എന്നത് വളരെ പ്രാഥമികമായ കാര്യമാണ്. അതിലുള്ള ചെറിയ പ്രശ്നം എന്താണെന്ന് പറയുക, ഇങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തിനാ ഇത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്? നമുക്ക് ഒരു ഒപ്പീനിയൻ ഉണ്ട്. അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ, അങ്ങനെയുള്ള മാധ്യമ ചർച്ചകൾ, ഇങ്ങനെ നടക്കുന്ന മാധ്യമ ചർച്ചകൾ നമ്മുടെ വളരെ ശക്തമായിട്ടുള്ള നീതിന്യായ സംവിധാനത്തെ, പോലീസ് സംവിധാനത്തെ സ്വാധീനിക്കുമെന്ന ഭയപ്പാടാണോ താങ്കൾക്കുള്ളത്? അത്രയ്ക്ക് ദുർബലമായ സംവിധാനമാണോ നമ്മുടേത്? എന്റെ ഇഷ്യൂ ഇതില് നിങ്ങളുടെ ചർച്ചകൾ ഈ സംവിധാനത്തെ സ്വാധീനിക്കുമെന്നുള്ളതല്ല, ഈ സംവിധാനത്തെ മലിമസപ്പെടുത്തും എന്നുള്ളതാണ് എന്റെ വിഷയം. കാരണം ഇതുപോലെയുള്ള ചർച്ചകൾ പലപ്പോഴും വന്നിരുന്നിട്ട് ഈ ഒന്നാമത് CRPC-യോ എവിഡൻസ് ആക്ടോ ഒന്നും അറിയില്ലാത്ത, ഇപ്പൊ വക്കീലന്മാരിൽ നിന്ന് സംസാരിക്കണം, അവർക്ക് എവിഡൻസ് ആക്ട് അറിയാം, CRPC അറിയാം എന്നുള്ളത്. ഇപ്പൊ ജയശങ്കർ സാറിന്റെ കാര്യത്തിലേക്ക് ഒരു സംശയമില്ല, സാറിന് അറിയാമെന്നുള്ളത്. അപ്പൊ ഹരീഷൊക്കെ പലപ്പോഴും എനിക്ക് ശ്രദ്ധിക്കേണ്ടി വരുന്നുണ്ട്. CRPC ഒന്നും, ഹരീഷിന് ഒരു ഫീൽഡ് ഉണ്ട്, എൻവയോൺമെന്റ് ആക്ട് ആണ് ഹരീഷ് ചെയ്യുന്ന ഫീൽഡ്. അതിലുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിപ്പിക്കാം. എല്ലാ കാര്യങ്ങളിലും വന്നിരുന്ന ഓരോ അഭിപ്രായങ്ങളെല്ലാം പറയിപ്പിച്ച് ഇത് പല ക്രിമിനൽ ലോയേഴ്സും ഈ ഇഷ്യൂസിലൊന്നും വരാത്തതിന്റെ കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ഡിഫൻസ് കേസ് നടത്താനോ എല്ലാം ഉള്ളത് കൊണ്ടിട്ടായിരിക്കും. എന്നെ പോലെയുള്ള ചില അധികം കേസുകളില്ലാത്ത വക്കീലന്മാരൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇതുപോലെ ഇരുന്ന് സംസാരിക്കുന്നത്.
ജയശങ്കർ സാറിനെ ഞാൻ ഇതിൽ ഉദ്ദേശിച്ചിട്ടേ ഇല്ല കേട്ടോ. അല്ല, പക്ഷേ അഡ്വക്കേറ്റ് മാരാർ, എനിക്ക് ചർച്ചയിലേക്ക് തന്നെ തിരിച്ചു വരേണ്ടത്. പക്ഷേ അതെങ്ങനെയാണ് ഇതിനെ ബാധിക്കുക? ഈ മൊത്തം കാര്യങ്ങളെ ബാധിക്കുകയില്ലോ. ഈ മാധ്യമ ചർച്ചയാൽ സ്വാധീനിക്കപ്പെടുന്ന ഒരു സംവിധാനമല്ലല്ലോ നമ്മുടെ നീതിന്യായ സംവിധാനം, ആണോ? അങ്ങനെയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നും ജഡ്ജും ജൂറിയും, ഇന്ത്യയിലെ ജഡ്ജും ജൂറിയും ഒരു പേഴ്സൺ തന്നെയാണ് വരുന്നത്. ഈ ഒരു പേഴ്സൺ തന്നെ വരുമ്പോഴത്തേക്കും നിങ്ങൾ ഇതിനെ ഹൈജാക്ക് ചെയ്തിട്ട് നിങ്ങൾ ഒരു ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്ത് പബ്ലിക്കിന്റെ ഇടയിൽ ഒരാള് ഒന്നുകിൽ അക്യൂസ്ഡ് ആണ്, അയാള് അൾട്ടിമേറ്റ്ലി അയാളെ ശിക്ഷിക്കേണ്ട ഒരാളാണെന്നുള്ളൊരു ഫിഗർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാണ്. അത് തെറ്റാണ് അത് ചെയ്യുന്നത്. ആ ഒരു ഫിഗറിൽ നിന്ന് ഒരു പേഴ്സൺ തന്നെയാണ് മജിസ്ട്രേറ്റ് ഒന്നും ഒരു കമ്പ്യൂട്ടർ ഒരു സാധനമൊന്നുമല്ല, അല്ലെങ്കിൽ ജഡ്ജ് സിസ്റ്റം ഒന്നും ഒരു കമ്പ്യൂട്ടർ ഫിഗേഴ്സ് ഒന്നുമല്ല. അങ്ങനെ വരുമ്പോ ഓരോ സ്ഥലത്തും ഓരോ ന്യൂസ് എല്ലാം വരുന്നത് ഞാൻ ഇവര് ഹയർ ഡിഗ്നിറ്റി ഉള്ള പേഴ്സൺസ് ആണെന്ന് പറയുമ്പോൾ തന്നെയാണ്. ഇപ്പൊ നമ്മള് വേറൊരു കേസിൽ കണ്ടതല്ലേ, ഒരു ബെയിൽ കൊടുത്തപ്പോ എന്തായിരുന്നു ഇഷ്യൂ വന്നത്? അവര് ബാർ കൗൺസിലിന്റെ ഒരു ഏതോ പരിപാടിക്ക് വന്നപ്പോ ആ കോളേജിന്റെ പരിപാടിക്ക് വന്നാണെന്ന് പറഞ്ഞ് വരെ ചർച്ച ചെയ്തു. അങ്ങനെ നിങ്ങൾ തേജോവധം ചെയ്യുന്നത്, ഞാൻ ഒരു ചാനലിനെയല്ല ഉദ്ദേശിക്കുന്നത്, ഒരു സിസ്റ്റത്തില് തന്നെ പേഴ്സൺസിനെ തേജോവധം ചെയ്യുന്നുണ്ട്. അതേപോലെ പോലും പല രീതിയിൽ ഇഷ്യൂസ് നമ്മൾ കൊണ്ടുവന്നിട്ട് അതിനെ ചർച്ച ചെയ്യുമ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ചർച്ച ചെയ്യുമ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നത്. ഇപ്പൊ വിക്ടിമിന് കിട്ടേണ്ട ഒരു റൈറ്റ് ചിലപ്പോൾ ഇദ്ദേഹം അല്ല എന്നുണ്ടെങ്കിൽ ആ അൾട്ടിമേറ്റ് ഒരു അക്യൂസിലേക്ക് എത്തേണ്ട ഒരു സിറ്റുവേഷനെ മാറ്റിയിട്ട് പോലീസ് പോസിറ്റീവാണ്. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്, ഈ പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഒരു രീതി എന്തിനാ ഈ ചർച്ചയിൽ മീഡിയയിലേക്ക് കൊടുക്കുന്നത്? ഒരു റെസ്പോൺസിബിൾ ഒരു ഇൻഫർമേഷൻ ഒന്നല്ല പാസ്സാക്കുന്നത്. ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോൾ ഇൻഫർമേഷൻസ് പാസ്സാക്കണമെന്നുണ്ടെങ്കിൽ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഓഫീസർ വന്നിട്ട് ഇൻഫർമേഷൻ കറക്റ്റ് ആയിട്ട് പാസ് ചെയ്യണം. ഇതെല്ലാം സ്പെക്കുലേറ്റീവ് ആണ് ഇൻഫർമേഷൻസ് എല്ലാം പാസ് ചെയ്യുന്നത്. അതാണ് ഞാൻ തിരിച്ചു വരാൻ വേണ്ടി രഞ്ജിത്ത് മാരാർ, എനിക്ക് താങ്കൾ ഉന്നയിക്കുന്ന കാര്യം വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. ഞാൻ അല്പസമയത്തിന് ശേഷം താങ്കളിലേക്ക് ഒന്നുകൂടെ വരാം. നമുക്ക് പക്ഷേ അഡ്വക്കേറ്റ് ജയശങ്കർ ഇക്കാര്യം ചർച്ച ചെയ്യാതിരിക്കുക സാധ്യമല്ല. അത് ഈ നീതിന്യായ സംവിധാനത്തെ മലീമസപ്പെടുത്തും. നീതിന്യായ സംവിധാനത്തിനകത്ത് വ്യക്തികളായിരിക്കുന്ന ആളുകളെ അവരെ സ്വാധീനിക്കുന്ന തരത്തിലാകുമെന്നൊക്കെ പറയുമ്പോൾ അത് ടെലിവിഷൻ ചാനലിലെ ചർച്ചകൾ മാത്രമല്ല. അങ്ങനെ സ്വാധീനിക്കപ്പെടുകയാണെങ്കിൽ ഈ പറയുന്ന പോലീസിന്റെ അന്വേഷണത്തിനായിട്ടുള്ള കൊണ്ടുപോകലുകൾ, മറ്റു പലതരത്തിൽ വരുന്ന കഥകൾ, ഈ പോലീസ് മുന്നോട്ട് വെക്കുന്ന വസ്തുതകൾ, ഒപ്പം അങ്ങനെയുള്ള സ്വാധീനത്തെ രൂപപ്പെടുത്താവുന്ന സംഗതിയല്ലേ അഡ്വക്കേറ്റ് രാംകുമാർ ഈ പറയുന്ന തെളിവുകൾ മതിയായവയില്ല, വെറുതെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വെച്ചിരിക്കുകയാണ് എന്ന കാര്യം മാധ്യമങ്ങളിലൂടെ മുന്നോട്ട് വെക്കുന്നത്. അത് കോടതി മുറിക്കകത്ത് പോയി പറയുകയല്ല, മാധ്യമങ്ങളിലൂടെ പറഞ്ഞ് അങ്ങനെയൊരു അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ശ്രമം നടക്കുന്നു. അങ്ങനെ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ശ്രമം കോടതി മുറിക്കകത്ത് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ നടത്തുന്നു എന്നത് മാത്രമല്ല, ദിലീപിന് വേണ്ടി ഒരു PR കമ്പനി തന്നെ ഇപ്പുറത്ത് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് വാർത്തകൾ വരുന്നു. എന്ന് വെച്ചാൽ അത് ശരിയാണല്ലോ എന്ന് തോന്നലുണ്ടാക്കുന്ന സംഗതികൾ സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ തോതിൽ വരുന്നു. വലിയ തോതിൽ വാട്സപ്പിലും ഫേസ്ബുക്കിലുമൊക്കെ ഇദ്ദേഹത്തിന് അനുകൂലമായിട്ട് പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുന്ന ഈ പറയുന്ന വാർത്തകളുടെ പ്രവാഹം ഉണ്ടാകുന്നു, ശരിയും തെറ്റുമൊക്കെ ആയിട്ടുള്ളത്. അത് പുറത്ത് പൊതുജന അഭിപ്രായത്തെ രൂപീകരിക്കുക, അകത്ത് കോടതിയെ സ്വാധീനിക്കുക എന്ന തരത്തിലുള്ള യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ ഇമ്മട്ടിൽ പുറത്തും പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിലൂടെ നീതിന്യായ സംവിധാനത്തെ ആകപ്പാടെ മലീമസപ്പെടുത്തുകയും സ്വാധീനത്തിന് വിധേയമാക്കുകയും അതുവഴി പണം കൊണ്ട് മറികടന്നു പോകാവുന്നൊരവസ്ഥ സൃഷ്ടിക്കുകയുമല്ലേ ചെയ്യുക? എന്നോടാണോ? താങ്കളോടാണ്. ഈ പറഞ്ഞതിൽ ഒരു വലിയ ന്യായമുണ്ട്, സംഗതി സത്യമുണ്ട്. കാരണം ഈ രഞ്ജിത്ത് ഇവിടെ പറഞ്ഞ പോലെ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നതിന് ഒരുപാട് പരിധികളൊക്കെ ഉണ്ട്. അതുമാത്രമല്ല, അഭിഭാഷകരായ ഞങ്ങൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ശരിക്കും അത് ഞങ്ങൾ തൊഴിലിനോട് ചെയ്യുന്ന ഒരു അനീതി കൂടിയാണ്. പോലീസ് അന്വേഷണത്തിലിരിക്കുന്ന കാര്യങ്ങൾ, കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട്. ആ പരിമിതിക്കകത്തു നിന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ അതിനപ്പുറം കടന്ന് പോകാഞ്ഞത്, ഈ കേസിൻ്റെ പർട്ടിക്കുലർ ഫാക്ട്സിലേക്ക് പോകാഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. ഇവിടെ സംഭവിക്കാവുന്ന ഒരു അപകടം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ ജഡ്ജിമാരെന്ന് പറഞ്ഞാൽ ആകാശത്ത് നിന്ന് പൊട്ടി വീണവരൊന്നുമല്ല, മണ്ണിൽ നിന്ന് മുളച്ചു വന്നവരുമല്ല. അവരൊക്കെ ഈ നാട്ടിൽ തന്നെ ജീവിക്കുന്നവരാണ്, നമ്മളെപ്പോലൊക്കെ തന്നെ ആര്യാഹാരം കഴിഞ്ഞു പോകുന്നവരാണ്. ഈ ടെലിവിഷൻ ചാനലുകളൊക്കെ മിക്കവാറും ജഡ്ജിമാർ കാണുന്നവരാണ്. ഈ ചാനൽ തന്നെയാണോ കാണുന്നത്, അതിൻ്റെ വേറെ ഏതെങ്കിലും ചാനലാണോ നമുക്കറിയില്ല. മാതൃഭൂമി, മലയാള മനോരമയൊക്കെ വായിക്കുന്നവരാണ്. അപ്പോൾ ഇതൊക്കെ വായിക്കുമ്പോൾ ഇവരെ ഒരു തരത്തിലുള്ള ഒരു ധാരണ രൂപീകരിക്കും, അവരിൽ ഉണ്ടാകുന്നുണ്ട്. ആ ധാരണ കേസ് വിധിക്കുമ്പോഴും അവരെ പല രീതിയിൽ സ്വാധീനിക്കുകയും സമ്മർദ്ദത്തിൽ അടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഇല്ലെന്ന് പറഞ്ഞാലൊന്നും ആർക്കും നിഷേധിക്കാൻ പറ്റിയില്ല. പണ്ടൊക്കെ എന്ന് വെച്ചാൽ പണ്ട് വളരെ ഇംഗ്ലണ്ടിലൊക്കെ പോയി പഠിച്ചു വന്ന ബാരിസ്റ്റർമാരായ വലിയ ജമീന്ദാർ കുടുംബത്തിൽ നിന്നൊക്കെ വരുന്ന
ജഡ്ജിമാരായിരുന്നപ്പോൾ അവർ ആ രീതിയിൽ ബാധിക്കില്ല. കാരണം അവരൊന്നും അവർ ഈ രംഗത്ത് നിന്നൊക്കെ വിട്ട് വേറെ ലോകത്ത് ജീവിക്കുന്നവരായിരുന്നു. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല, വെറും സാധാരണ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ് ജഡ്ജിമാരായിട്ടൊക്കെ വരുന്നത്, വക്കീലന്മാരും അതുപോലെ തന്നെ. അപ്പോൾ ഇങ്ങനെയുള്ള ചർച്ചകൾ പോലും നമ്മുടെ നീതിന്യായ സംവിധാനത്തെ സ്വാധീനിക്കാം. അത് ശരിയായ രീതിയിലും തെറ്റായ രീതിയിലും സ്വാധീനിക്കാം. ശരിയായ രീതിയിൽ സ്വാധീനിച്ചാൽ കുഴപ്പമില്ല. തെറ്റായ രീതിയിൽ ഒരു ബോധം അല്ലെങ്കിൽ ഒരു ബോധ്യം ഉണ്ടാക്കിയെടുക്കുന്നതിന് ഇത് ഉപകരിക്കാന്നുള്ള വാക്ക് അനുഭവിക്കുന്നില്ല, ഇത് കാരണമാകാൻ നിമിത്തമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചർച്ചകൾ പരമാവധി ഒഴിവാക്കണം. കാരണം പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസ്, അന്വേഷണത്തെക്കുറിച്ച് മാധ്യമങ്ങൾ ജാഗ്രത പുലർത്തുന്നത് ശരിയാണ്, നല്ല കാര്യമാണ്. കാരണം എന്നാലേ മാധ്യമങ്ങളുടെ സ്വാധീനത്തിൽ, മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ ഇതൊക്കെ നടക്കുമ്പോൾ തീർച്ചയായിട്ടും പോലീസിനും ഒരു ജാഗ്രത ഉണ്ടാവും, വലിയ അതിക്രമങ്ങൾ ചെയ്യാതിരിക്കാൻ ഒരു തിരിച്ചറിവുണ്ടാവും. പിന്നെ മാത്രമല്ല പൊതുവെ ഒരു അറ്റൻഷൻ അതിലേക്ക് വരികയും ചെയ്യും. മറിച്ച് അതിനപ്പുറം പോയി കഴിഞ്ഞാൽ കോടതി ഇത് ഏത് രീതിയിൽ ജാമ്യം കൊടുക്കുമോ ഇല്ലയോ എന്ന വിഷയത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നത് ശരിക്കും അസംബന്ധം. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അയാളെ കോടതി ശിക്ഷിക്കാൻ പാകത്തിന് തെളിവുണ്ടോ എന്ന് ആലോചിക്കുന്നത് തെറ്റാണ്. ശിക്ഷിക്കാനുള്ള തെളിവാണല്ലോ പോലീസുകാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസ് അന്വേഷിക്കട്ടെ, കണ്ടുപിടിക്കട്ടെ, പോലീസിന് വേണ്ട സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. കുറ്റം തെളിയണം എന്നുള്ളത് നമ്മുടെയൊക്കെ ആവശ്യമാണ്. പിന്നെ ഇവിടെ വേറൊരു കാര്യം ഇവിടെ സനീഷ് പറഞ്ഞത് വളരെ ശരിയാണ്. ഈ കേസിൽ പ്രതിക്ക് അനുകൂലമായൊരു വികാരം ഉണ്ടാക്കാനായിട്ട് ചില ആളുകൾ വളരെ കാര്യമായിട്ട് ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ പറയാം, അതിന് ഒരു നല്ല ഉദാഹരണം ഈ നാട്ടിലെ ചില വാർത്താ അവതാരകരെ കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് നിരന്തരമായി ട്രോളുകൾ പ്രത്യക്ഷപ്പെടുകയാണ്. ഈ വാർത്താ അവതാരകർ അവരുടെ ഭാര്യ വീട്ടുകാരുടെ കൂട്ടത്തിന് വേണ്ടിയിട്ടല്ലോ ചർച്ച നടത്തുന്നത്, അല്ലല്ലോ. ഇതൊരു പൊതു താല്പര്യമുള്ള വിഷയമായതുകൊണ്ടാണ്, ജനങ്ങളുടെ ശ്രദ്ധ വല്ലാതെ ആകർഷിച്ച ഒരു കേസായതുകൊണ്ടാണ്. ഇതുപോലുള്ള സംഭവങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും അവർ ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് ചർച്ച നടത്തും. റജീനയുടെ വിഷയം ഉണ്ടായപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തവരുണ്ട്, സരിതാ നായർ വന്നപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തവരുണ്ട്, ഇപ്പോൾ ഇത് വന്നപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ഏത് വിഷയം വരുമ്പോൾ അങ്ങനെയുള്ളൂ. ബാർക്കോഴ കേസ് വരുമ്പോൾ ബാബുവിനെ കുറിച്ച് ചർച്ച ചെയ്യും, അല്ലെങ്കിൽ കെ എം മാണിയെക്കുറിച്ച് ചർച്ച ചെയ്യും. അതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇവിടെ അതൊക്കെ ഈ പ്രതികൾ എന്ന് കരുതപ്പെട്ട ആളുകൾക്കെതിരായിട്ടാണ് പൊതുവെ വികാരങ്ങൾ ഇതുപോലുള്ള മീഡിയയിലൊക്കെ വന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ചും ഇതിന് പുറകിൽ വലിയ പണച്ചെലവുള്ള എന്തൊരു സംഭവം നടക്കുന്നതായിട്ട് എനിക്ക് തോന്നി. കാരണം ഇപ്പോൾ പ്രതിക്ക് അനുകൂലമായ വാർത്തകൾ, പ്രതിയോട് സഹതാപം തോന്നുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഇതിനകത്ത് ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം ഒരു കൂട്ടർ വളരെ ബന്ധപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കേരളത്തിലെ 3.5 കോടി ആളുകളെയും അങ്ങനെ വിഡ്ഢികളാക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യമാണ്. ഇനിയിപ്പോൾ അങ്ങനെ വിഡ്ഢികളാക്കിക്കൊണ്ട് പ്രയോജനമില്ല. കാരണം കേസ് വിധിക്കുന്ന ജഡ്ജിമാരായതുകൊണ്ട് ഇങ്ങനെ ഒരു ഇതിന് വലിയ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് ഞാൻ തിരിച്ചു വരാം ജയശങ്കർ താങ്കളിലേക്ക്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീമതി ബിന്ദു കൃഷ്ണ, ഈ ടെലിവിഷൻ മാധ്യമ ചർച്ചകൾ ഏത് വിധത്തിൽ പോകണം എന്നത് സംബന്ധിച്ചുള്ള ഡിബേറ്റ് ആകാമെങ്കിലും, ഡിബേറ്റബിൾ ആണെങ്കിലും ടെലിവിഷൻ മാധ്യമ ചർച്ചകൾ ആവശ്യമില്ല ഈ ഘട്ടത്തിൽ എന്നത് ഈ കസേരയിൽ ഇരുന്നു കൊണ്ട് സമ്മതിച്ചു തരാവുന്ന ഒരു കാര്യമല്ല. എന്തുകൊണ്ടെന്നാൽ ഈ നടി റോഡിൽ വെച്ച് ആക്രമിക്കപ്പെട്ടതിനോട് സമാനമായ ഒരു സംഭവം, ഈ സംഭവവുമായി ചേർത്ത് വെച്ച് ആലോചിക്കാവുന്ന ഒരു സംഭവം, ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഡൽഹിയിൽ നടന്ന സംഭവമാണ്. ഡൽഹിയിൽ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ട് ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടു അതിക്രൂരമായിട്ട്. അത് പിന്നീട് ടെലിവിഷൻ ചർച്ചകൾക്ക് കാരണമായി, പ്രിന്റിലും ഓൺലൈനിലും അടക്കമുള്ള മാധ്യമ ചർച്ചകൾക്ക് കാരണമായി വലിയ ബുദ്ധിജീവികളും ആളുകളും വന്ന് അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തു. നിയമവ്യവസ്ഥയെ തന്നെയും സാമൂഹ്യ മനോഭാവത്തെയും നിയമവ്യവസ്ഥയെ തന്നെയും മാറ്റുന്നതിന് അത് കാരണമാവുകയും ചെയ്തു. കേരളത്തിൽ സമാനമായൊരു സംഭവം, ആൾ മരിച്ചില്ല എന്നതൊഴിച്ചാൽ ബാക്കിയെല്ലാം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ പറയുന്ന പോലെ അതേക്കാൾ കൂടുതലുമുണ്ട്. ഒരാൾ അയാളുടെ സ്വന്തം ഇൻറ്റൻഷൻ പ്രകാരമല്ല, ഇതിനകത്ത് ഗൂഢാലോചന നടത്തിയാണ്. ബലാത്സംഗം ചെയ്യാൻ ഗൂഢാലോചന നടത്തുക എന്ന അസാധാരണമായിട്ടുള്ള സംഭവം കൂടെ ഉണ്ടായിട്ട് ചർച്ച ചെയ്യേണ്ടതില്ല മാധ്യമങ്ങൾ. അവിടെ നിൽക്കട്ടെ, കോടതിക്കകത്തുകൂടെ വരട്ടെ എന്നത് ഒരു നിലക്കും അംഗീകരിക്കാനാകാത്ത കാര്യമാണ് ഈ കസേരയിരിക്കുമ്പോൾ എനിക്ക്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ പറയുന്ന തരത്തിലുള്ള ശ്രദ്ധക്കകത്തുകൂടെ പോകുന്നത് ഈ സംവിധാനത്തിന്, ഈ അന്വേഷണത്തിന്, കോടതി നടപടികൾക്ക് ഗുണപരമായിട്ടല്ലാതെ വരും എന്ന് വിചാരിക്കുന്നുണ്ടോ താങ്കൾ ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ? തീർച്ചയായും ശ്രീ സനീഷ് സൂചിപ്പിച്ചതുപോലെ ഇത്തരം ചർച്ചകൾക്ക് ഒരു പരിധിവരെ സാമൂഹ്യ പ്രതിബദ്ധതയുണ്ട്. അത് റെഡിക്കുലസായും അത് റബ്ബിഷായും തോന്നുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ നിലപാട്. പക്ഷെ ഇത് റെഡിക്കുലസ് ആയിട്ടോ റബ്ബിഷായിട്ടോ എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ കേരളത്തിലെ മാധ്യമങ്ങളില്ലായിരുന്നുവെങ്കിൽ ഇതിൽ ഗൂഢാലോചന തെളിയില്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകയെ ഞാൻ. പൾസർ സുനിയിൽ ആരംഭിച്ച് പൾസർ സുനിയിൽ അവസാനിക്കേണ്ടിയിരുന്ന ഒരു സംഭവം. ആ ഘട്ടത്തിൽ ഇത് പറയുമ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ദിലീപ് അതിൽ പ്രതി എന്ന റോളിൽ വരുമെന്ന്. സ്വാഭാവികമായും ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമനാണ് എന്നതുപോലെ തന്നെ ഈ ആക്രമണത്തിനിരയായ യുവ നടിക്ക് ഈ നടനുമായി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവരുടെ കുടുംബ ബന്ധങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വാർത്ത കേരളം കേൾക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. അതിൽ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ
കൂടുതലായി നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും വ്യക്തി ജീവിതത്തിലെ സത്യസന്ധത ഇല്ലായ്മ കാരണമാണ് മറ്റുള്ളവർ അങ്ങനെ പറയാൻ ഇടയായത് എന്നെങ്കിലും മിനിമം ഇന്ന് ദിലീപിനെ അനുകൂലിക്കുന്നവർ സമ്മതിച്ചു തരേണ്ടി വരും. ആ പാളിച്ചയിൽ തുടങ്ങി ഇത്തരം കാര്യങ്ങളിലുള്ള ആരോപണങ്ങളുണ്ട്. പക്ഷെ ഇവിടെ ഏറ്റവും പ്രസക്തമായിട്ടുള്ളത് ആ നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം ഇന്ന് പ്രതിയായി ജയിലിൽ കഴിയുന്ന ഈ വലിയ നടൻ നടത്തിയിട്ടുള്ള ഓരോ പ്രസ്താവനകളും, അത് തൃശ്ശൂരിൽ പോയി വടക്കുന്നാഥന് സാക്ഷി നിർത്തിയായിക്കൊള്ളട്ടെ, അതല്ല നടി ആക്രമിക്കപ്പെട്ടതിന്റെ 3-ാം ദിവസം ദർബാർ ഗ്രൗണ്ടിൽ നടത്തിയതായിക്കൊള്ളട്ടെ, ഇനി ടെലിവിഷൻ ഇന്റർവ്യൂകളിൽ പറഞ്ഞതായിക്കൊള്ളട്ടെ, സുഹൃത്തിനെ തെരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിക്കണം, കുഴപ്പം പിടിച്ച സുഹൃത്തിനെ തെരഞ്ഞെടുത്തുകൊണ്ട് ഇത് വന്നു എന്ന് പറയുമ്പോൾ അവൾ അനുഭവിക്കേണ്ടി വന്നതെല്ലാം അവളുടെ തെറ്റാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും മാത്രമോ മറ്റൊരു ടെലിവിഷൻ ഇന്റർവ്യൂവിൽ ഞാൻ കാണുകയുണ്ടായി, ഇത് എല്ലാ കുഴപ്പങ്ങളും ഈ നടിയുടേതാണ് എന്ന തരത്തിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് വരുത്താൻ ശ്രമിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ആക്രമിക്കപ്പെട്ട ആളിനെ തന്നെ അപഹസിക്കുന്ന രീതി വരുമ്പോൾ പക്ഷേ ശ്രീമതി ബിന്ദു കൃഷ്ണ ഇങ്ങനെയാണ് സ്ഥിതികളെങ്കിലും ശ്രീമതി ബിന്ദു കൃഷ്ണ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിൽ തന്നെയും ആദ്യ ദിവസങ്ങളിലെ പോലെയല്ല. അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ളൊരു മനോഭാവം പൊതുസമൂഹത്തിൽ ഉണ്ടായി വരുന്നു എന്ന് ചില ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ അത് വളരെ പ്രകടമാണ്. അത് മനഃപൂർവ്വം ചെയ്യുന്നതാണോ അല്ലയോ എന്ന കാര്യത്തിൽ സംശയം അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെയും അത് ശരിയായ രീതിയിൽ ഈ നമ്മളിപ്പോൾ പറയുന്ന ചർച്ച ചെയ്യേണ്ടതില്ല എന്ന വളരെ പോസിറ്റീവായിട്ടുള്ള നിയമപരമായിട്ട് അക്കാര്യത്തെക്കുറിച്ച് അറിവുള്ള അതുതന്നെയാണ് ശരി എന്ന നിലപാട് സമ്മതിച്ചുകൊണ്ടിരിക്കെ തന്നെ ചർച്ച കൂടെ ചെയ്യാതിരുന്നാൽ ധാർമ്മികമായി നിയമപരമായി ശരിയായിരിക്കുന്ന ആ നിലപാട് അതായിരിക്കുകയും ഈ ചർച്ചകളും കൂടെ ഇല്ലാതിരുന്നാൽ ഈ പറയുന്ന ജുഡീഷ്യൽ സംവിധാനത്തിനകത്ത് സ്വാധീനത്തിൽ പെട്ടുപോകുന്ന ഉത്തരവാദ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളെ സ്വാധീനിക്കുന്ന വാർത്തകളായിട്ട് അത് മാറുകയില്ലേ? ഈ അയ്യോ പാവം ദിലീപ് എന്ന ഈ ഉണ്ടാക്കപ്പെടുന്ന ഈ പൊതുബോധം ഈ പറയുന്ന ജഡ്ജിമാരെ സ്വാധീനിക്കുകയില്ലേ? തീർച്ചയായും അതിനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ആക്രമണത്തിന് ഇരയാകുന്നവർക്ക് പീഡിപ്പിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആള് കുറയുമ്പോൾ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് ആക്രമകാരികളുടെ നിലപാട് തന്നെയാണ്, അവരുടെ വശം തന്നെയാണ്. അത് ഉണ്ടാകാൻ പാടില്ല. അവിടെയാണ് മാധ്യമങ്ങൾ ചെയ്യുന്ന ജോലി. മാധ്യമങ്ങളുടെ ചർച്ചയ്ക്ക് നിയമപരമായ അതിർവരമ്പുകൾ നിശ്ചയിക്കുന്നതിനോ കഴിഞ്ഞ ദിവസം വനിതാ മാധ്യമ പ്രവർത്തകർ സംസ്ഥാന മുഖ്യമന്ത്രിയെ കണ്ട് ഇത്തരം ചർച്ചകളിലുള്ള മാധ്യമ ചർച്ചയ്ക്ക് മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അത് ശരിയാ. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡൽഹി പീഡന കേസാണ് ഈ അടുത്ത കാലത്ത് നാം കണ്ടിട്ടുള്ള ഏറ്റവും ക്രൂരമായ പീഡനം. പക്ഷെ ഞാൻ പറയുന്നു അതോടൊപ്പമോ അതിൽക്കാൾ ഒരു അളവെങ്കിലും ഒരു ഡിഗ്രിയെങ്കിലും കൂടുതൽ ഈ പീഡന കേസിലുണ്ട്. ഡൽഹി പീഡന കേസിലെ പ്രതികൾ ആരും തന്നെ ഈ പെൺകുട്ടിയെ നിർഭയ എന്ന് നാം പേര് ചൊല്ലി വിളിച്ച ആ പെൺകുട്ടിയെ ആക്രമിക്കണമെന്ന കരുതലോടും ഉദ്ദേശത്തോടും കൂടി നിന്നതല്ല. ആ സാഹചര്യങ്ങൾ അവരുടേതായി വിശദീകരിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ നമുക്കൊരിക്കലും പൊരുത്തപ്പെടാനോ അംഗീകരിക്കാനോ പറ്റാത്ത സാഹചര്യത്തിൽ അതിക്രൂരമായി സമാനതകളില്ലാതെ ആക്രമിച്ചു. ഇവിടെ എന്താ സ്ഥിതി? ഈ പെൺകുട്ടിയെ, ഈ യുവതിയെ ആക്രമിക്കാമെന്ന് കാലേ കൂട്ടി കരുതി കൂട്ടി കൊട്ടേഷൻ കൊടുത്ത് ആക്രമിക്കുക മാത്രമോ, അവളുടെ ശരീരത്തിന്റെ ഓരോ ഭാഗവും ഒപ്പിയെടുത്ത് എന്നെ കാണിക്കണമെന്ന ഉദ്ദേശം അത് ചെയ്ത ദിലീപാണെങ്കിൽ ഒരു തരത്തിലുള്ള ആനുകൂല്യ നിലയും അദ്ദേഹം പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഒരു തരത്തിലും ദിലീപാണ് ഇത് ചെയ്തതെങ്കിൽ നമ്മുടെ മുന്നിലുള്ള വസ്തുത പോലീസ് ഇക്കാര്യം ഇങ്ങനെ പറയുന്നു എന്നതാണ്. അതിനെ വിശ്വസിക്കുകയാണെങ്കിൽ, ഈ സംവിധാനങ്ങളെ വിശ്വസിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു അനുകൂല നിലയും അദ്ദേഹം അറിയിക്കുന്നില്ല എന്ന് വളരെ വ്യക്തമാണല്ലോ. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ സുഭാഷ് ബാബു, ഈ കേസിലെ ഒരു സുപ്രധാന തെളിവും ഇതിലെ ഇരയുടെ നഗ്നദൃശ്യങ്ങൾ പകർത്തുവാൻ ഉപയോഗിച്ചതുമായ മൊബൈൽ ഫോൺ നാളിതുവരെ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. ആയതിനുള്ള ശ്രമം തുടർന്നു വരുന്ന ഈ സാഹചര്യത്തിൽ പ്രതിക്ക് ജാമ്യം അനുവദിച്ചാൽ പ്രതി ടിയാനുമായി ബന്ധമുള്ള മറ്റാളുകൾ വഴിയും നേരിട്ടും മൊബൈൽ ഫോൺ കണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ നിഷ്ഫലമാക്കുന്നതാണ്. മേൽപ്പറഞ്ഞ മൊബൈൽ ഫോൺ പ്രതിക്ക് കൈമാറിയെന്ന് സംശയിക്കുന്ന അഡ്വക്കേറ്റ് പ്രതീഷ് ചാക്കോയെ ഇനിയും വിശദമായി ചോദ്യം ചെയ്യാൻ സാധിച്ചിട്ടില്ലാത്തതിനാൽ പ്രതി ടിയാനെയും സ്വാധീനിച്ച് അന്വേഷണം തടസ്സപ്പെടുന്നതാണ്. ഇന്നിപ്പോൾ കസ്റ്റഡി അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് പോലീസ്. ഇത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, സുപ്രധാനമായ തെളിവ് എന്ന് പോലീസ് തന്നെ പറയുന്ന ഈ സിം കാർഡ് അവർക്ക് കിട്ടിയിട്ടില്ല, മൊബൈൽ ഫോൺ കിട്ടിയിട്ടില്ല. രണ്ട്, ഈ പറയുന്ന പ്രതീഷ് ചാക്കോയെ ചോദ്യം ചെയ്യാനും സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ അഭിഭാഷകനായുള്ള അഡ്വക്കേറ്റ് രാംകുമാർ തെളിവുകളില്ല എന്ന് പറയുന്നതിന് ഇതോട് ചേർത്ത് വെച്ചാൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു വീഴ്ചയായിട്ട് അത് കാണാനാവുകയില്ലേ? നോക്കൂ, ഈ പ്രധാനപ്പെട്ട തെളിവ് അവർക്ക് കണ്ടെത്താനായിട്ടില്ല. വളരെ പ്രധാനപ്പെട്ട ഒരാളെ ചോദ്യം ചെയ്യാനും പോലും മുതിരാതെ നേരെ ചെന്ന് വളരെ പ്രധാനപ്പെട്ട ഒരാളെ അദ്ദേഹത്തിന്റെ സാധാരണ ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുത്തിരിക്കുകയാണ് എന്ന ആരോപണം മുന്നോട്ട് വന്നാൽ അത് പോലീസിന്റെ വലിയ വീഴ്ചയാണ് എന്ന് കാണേണ്ടി വരില്ലേ? പോലീസിൻ്റെ വീഴ്ചയായിട്ടൊന്നും ഇതിനെ കണക്കാക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും പ്രധാനപ്പെട്ട ആളുകളൊക്കെ ആരാധിക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്ന വലിയ സ്വാധീനമുള്ളൊരു വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്യണമെങ്കിൽ അവർക്ക്
അവരുടേതായ തെളിവ് ശേഖരണത്തിലൂടെ അദ്ദേഹത്തിൻ്റെ പേരിൽ പ്രഥമദൃഷ്ട്യാ കേസ് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിരിക്കണം. കഴിയാത്ത സാഹചര്യത്തിൽ അറസ്റ്റ് ചെയ്താൽ അത് ഇല്ലെങ്കിൽ അത് ഇല്ലീഗൽ അറസ്റ്റായിട്ട് മാറും, പിന്നീട് അവർക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അറസ്റ്റ് സംബന്ധിച്ച് പോലീസിന് കോടതിയെ ബോധ്യപ്പെടുത്താൻ ഉതകുന്നതായി പ്രാഥമികമായ ശക്തമായ അദ്ദേഹത്തെ ഈ കേസിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റിയ തെളിവ് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ അറസ്റ്റ് ഉണ്ടാവില്ല, റിമാൻഡ് ഉണ്ടാവില്ല. അതിനേക്കാൾ ഉപരി അറസ്റ്റ് റിമാൻഡ് കഴിഞ്ഞതിന് ശേഷം കസ്റ്റഡി ചോദിക്കുന്നു. കസ്റ്റഡി ചോദിക്കുന്ന അവസരത്തിൽ കസ്റ്റഡി ആപ്ലിക്കേഷനും അതിൻ്റെ കൂടെ ഒരു അഫിഡവിറ്റും കൊടുക്കണം. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അതുവരെ എന്തൊക്കെ തെളിവുകൾ കിട്ടി, ഇദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റ് എന്ത് സാഹചര്യത്തിൽ അറസ്റ്റ്, ഇനി അദ്ദേഹത്തിൽ നിന്ന് എന്തൊക്കെ കിട്ടണം എന്നുള്ള കാര്യങ്ങൾ ആ കസ്റ്റഡി അപേക്ഷയിൽ വേണം. അതിൻ്റെ വാദം കേട്ടതിന് ശേഷം കോടതി അതിൻ്റെ കേസ് ഡയറി ഉൾപ്പെടെ പരിശോധിച്ചതിന് ശേഷം ഇതിന് സാങ്കത്യമുണ്ട് എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ മാത്രമേ കസ്റ്റഡിയിൽ കൊടുക്കുകയുള്ളൂ. ചോദിക്കുന്ന ദിവസം മുഴുവൻ കൊടുക്കേണ്ട. ഇത്രയും അന്വേഷണം നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ ഏകദേശം എത്ര ദിവസം വേണ്ടി വരും എന്ന് കോടതിക്ക് ബോധ്യമാകുന്ന അത്ര ദിവസമാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം കൂടുതൽ നീട്ടിക്കൊടുക്കാം. അങ്ങനെ കിട്ടുന്നില്ല മേൽക്കോടതികളിൽ പോയി വാങ്ങാം, അതൊക്കെയുണ്ട്. പക്ഷേ എന്നാലും ഈ സമയത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദ്യം ചെയ്ത് അനുബന്ധ തെളിവുകൾ എടുക്കുകയും വേണം. പക്ഷേ ഇദ്ദേഹത്തിനെ കസ്റ്റഡിയിൽ വാങ്ങിച്ചതിന് ശേഷം ചോദ്യം ചെയ്തതിന് ശേഷം ബാക്കി അനുബന്ധ തെളിവുകളും മറ്റ് വിവിധ സ്ഥലങ്ങളിൽ ഈ കേസുമായി ബന്ധപ്പെട്ടു എന്ന് കോടതിയിൽ തെളിയിക്കപ്പെടേണ്ട പല സാഹചര്യങ്ങളും വസ്തുതകളുമുണ്ട്. അത് തെളിവ് ശേഖരിക്കുന്നതിന് ഇദ്ദേഹത്തിൻ്റെ സഹായം ആവശ്യമുണ്ട് എന്നും, കൂടുതലായി ഇതിനകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൽ മൊബൈൽ ഫോണോ അതുപോലെ സിം കാർഡും മറ്റും ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നത് വലിയൊരു ഫാറ്റലാണ് ഈ കേസിൽ. അത് കിട്ടിയില്ലെങ്കിൽ കാരണം എന്താണെന്ന് പറഞ്ഞാൽ തട്ടിക്കൊണ്ടുപോയി ദേഹോപദ്രവം ചെയ്തു എന്നിടത്ത് നിൽക്കും, അതല്ലാണ്ട് അതിന് മുന്നോട്ട് ആ കേസിൽ പോകാൻ പറ്റിയില്ല. പിന്നെ ഗൂഢാലോചന അതിന്റെ അത്രയും സുഭാഷ് ബാബു, ആ മൊബൈൽ ഫോൺ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. അത് ഈ ആദ്യം കിട്ടിയിട്ടില്ല, ആ തെളിവ് കിട്ടാതെയാണ് ദിലീപിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്, അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നിരിക്കെ ഇന്നിപ്പോൾ ഇത്രയും ദിവസമായി അദ്ദേഹത്തെ കയ്യിൽ കിട്ടിയിട്ട് ഈ പറയുന്ന തെളിവ് കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. അത് ഗുരുതരമായ വീഴ്ചയല്ല. ഈ പറയുന്നത്രക്ക് പ്രധാനപ്പെട്ട സംഗതിയാണല്ലോ ഇത്. എല്ലാവർക്കും ബോധ്യപ്പെടുന്നതാണ്. ഈ പറയുന്ന സംവിധാനത്തോട് ബന്ധപ്പെട്ട് നിൽക്കാത്ത, ദൂരെ നിൽക്കുന്ന, ഇക്കാര്യങ്ങളെക്കുറിച്ച് പൂർണ്ണമായ അറിവില്ലാത്ത ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് പോലും ഈ മൊബൈൽ ഫോൺ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് എന്നറിയാമല്ലോ. ആ ഫോൺ കിട്ടിയിട്ടില്ല. ആ ഫോൺ ഇത്രയും ദിവസം കയ്യിൽ വെച്ചിട്ടും കസ്റ്റഡിയിൽ വെച്ചിട്ടും കണ്ടെത്താൻ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് സാധിച്ചിട്ടുമില്ല. അത് പോലീസിൻ്റെ മുന്നോട്ട് പോക്ക് ശരിയായ വിധത്തിലല്ല എന്ന് സംശയിക്കാവുന്നതാണ് സാധാരണ ആളുകൾക്ക്, എന്നെപ്പോലുള്ള ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക്. ഇല്ല, ഇതിൽ ഒരു ആദ്യമേ ഈ മൊബൈൽ ഫോണ് അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്ത് ഉൾപ്പെടെ ഒരു അഡ്വക്കേറ്റിൻ്റെ അടുത്ത് കൊടുത്തു എന്ന് പറയുന്നു. അവിടെ വെച്ച് വളരെ ശക്തമായിട്ട് ഈ പ്രാരംഭ അന്വേഷണ സമയത്ത് തന്നെ ശക്തമായ അന്വേഷണത്തിൽ പോയിരുന്നെങ്കിൽ പോലീസിന് ചിലപ്പോൾ ലഭിക്കും. പക്ഷേ ഇതിപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കാനും ഇതിനകത്ത് പോംവഴികൾ കണ്ടുപിടിക്കാനും ഇത് കൊടുക്കാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാനും ഒക്കെ അവസരങ്ങൾ എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞ് വളരെ കഴിഞ്ഞതിന് ശേഷമാണ് ഇതിനകത്ത് ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു ട്വിസ്റ്റ്, ഒരു വേഗത നമ്മൾ കാണുന്നത്. ആ വേഗത തന്നെ എന്താണെന്ന് പറഞ്ഞാൽ ആദ്യം എനിക്കറിയില്ല, ഞാൻ ഇന്നാക്ക് കൊടുത്തു, അതിനെ ബാക്കി എവിടെ കൊണ്ടുപോയെന്ന് എനിക്കറിയില്ല, പുഴയിലെറിഞ്ഞു, കായലിലെറിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വ്യക്തി തന്നെ, അതായത് പ്രതി തന്നെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാമത് ഇതിങ്ങനെ ഓരോരുത്തരിലേക്ക് മൊബൈൽ ഫോണും ഈ സിം കാർഡും പോകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷിക്കുന്നത്, അല്ലാണ്ട് മറ്റാളുകളിൽ നിന്ന് വിവരമല്ല. അതുകൊണ്ട് അതിനെ സാധൂകരിക്കാനുള്ള തെളിവ് ശേഖരണം പോലീസിന് മറ്റ് കേസുകളിലെ ഗൂഢാലോചന തെളിയിക്കുന്നതിനേക്കാൾ വളരെ ദുഷ്കരമാണ്. അത് കോടതിയിൽ വിശ്വസിപ്പിക്കണമെങ്കിൽ വളരെ കർക്കശമായ വിശ്വസനീയമായ രീതിയിൽ തെളിവ് ഫലപ്രദമായ ബലപ്പെടുത്തിയിട്ടുള്ള തെളിവ് ഹാജരാക്കിയില്ലെങ്കിൽ ആ കേസിനെ ദോഷകരമായി ബാധിക്കും. അതുകൊണ്ട് അത് ലഭിക്കാൻ വേണ്ടിയിട്ട് പോലീസ് ഏതറ്റം വരെയും പോകും. അതിനു വേണ്ടിയിട്ടുള്ള ചില നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. ചിലപ്പോൾ പോലീസ് ഈ കാര്യങ്ങൾ പുറത്ത് പറയേണ്ട കാര്യമില്ല, ആര് ചോദിച്ചാലും പറയേണ്ട കാര്യമില്ല. കോടതിയിൽ അവസാനം നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ആദ്യം ഒരു FIR കിട്ടും, പിന്നെ മാസർ കിട്ടിയെന്ന് വരും, പിന്നെ നിങ്ങൾക്ക് റിമാൻഡ് റിപ്പോർട്ടാണ് കിട്ടുക. റിമാൻഡ് റിപ്പോർട്ട് പിന്നെ ഈ കസ്റ്റഡി ആപ്ലിക്കേഷനൊക്കെ കൊടുത്തതിൻ്റെ കോപ്പി ചിലപ്പോൾ കിട്ടാൻ കഴിയില്ല. പക്ഷേ കസ്റ്റഡി കഴിഞ്ഞാൽ കൊടുക്കുന്ന റിപ്പോർട്ടിൻ്റെ കോപ്പി ചിലപ്പോൾ കിട്ടും. ഇതിനൊക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങളല്ലാണ്ട് അതിനുള്ളിൽ എന്തെങ്കിലും പ്രത്യേകമായിട്ട് ഉള്ള തെളിവിൻ്റെ നിഗൂഢതകളൊന്നും നമുക്ക് പുറത്ത് കിട്ടില്ല. അതിപ്പോൾ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ കോടതിക്കകത്ത് നടക്കേണ്ടുന്ന പ്രക്രിയകളെ സ്വാധീനിക്കുന്ന വിധത്തിൽ ചർച്ചകൾ നടത്തുന്നത് നമ്മൾക്ക് വിമർശിക്കേണ്ടതാണ്. അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് പോകുന്നത് പ്രശ്നമുണ്ടാക്കും.
സ്വാധീനിക്കപ്പെട്ടേക്കാം എന്ന കാര്യം ബഹുമാനരായിട്ടുള്ള ആളുകൾ മുന്നോട്ട് വെക്കുന്നു. ശരിയാണത്, ആ തരത്തിലുള്ള ചർച്ചകളിലേക്ക് പോകേണ്ടതില്ല. പക്ഷേ നോക്കൂ, അങ്ങനെ സ്വാധീനിക്കപ്പെടുന്ന ആളുകളാണ് എന്നിരിക്കെ തിരിച്ചുള്ള പ്രചരണം അതിദ്രുതം നടക്കുന്നുണ്ട് പുറത്ത്. അതിന് പിന്നിൽ PR ഏജൻസി പോലുമുണ്ട് എന്ന് ആളുകൾ പറയുന്നു. കൃത്യമായ വസ്തുത നമുക്കറിയില്ല. പക്ഷേ അങ്ങനെ സംശയിക്കാവുന്ന സാഹചര്യം സോഷ്യൽ മീഡിയ നോക്കുന്ന ഒരാൾക്ക് മുന്നിൽ വളരെ വ്യക്തവുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ചർച്ചകൾ, ഈ പറയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അങ്ങോട്ട് പോകട്ടെ, ഈ തരം ചർച്ചകളിൽ നമ്മൾ മാധ്യമങ്ങൾ പിൻവാങ്ങിക്കൂടെ നിന്നാൽ ഈ സ്വാധീനങ്ങൾക്ക് വഴങ്ങിപ്പോയേക്കാവുന്ന ഈ സംവിധാനം പണമുള്ളവന്, സ്വാധീനശേഷിയുള്ളവന് ഇത്തരം തനിക്കനുകൂലമായ ചർച്ചകൾ പുറത്തു കൊണ്ടുവരാൻ ഇപ്പോഴും കസ്റ്റഡിയിലായിരിക്കുമ്പോഴും സാധിക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ ആകെ തന്നെ പിന്തുണയുള്ള ഇതുപോലുള്ള വലിയ നടന്മാർക്ക് അനുകൂലമായി മാത്രമേ നീതിന്യായ വ്യവസ്ഥ വരികയുള്ളൂ എന്ന് സംശയിക്കേണ്ടി വരില്ലേ? ഞാൻ ഈ ചർച്ചയിൽ അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ പറഞ്ഞതിനോട് യോജിക്കുകയാണ്. അദ്ദേഹം എൻ്റെ വാക്കുകൾ കേട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം എന്നോടും യോജിച്ചേനെ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കോടതിയിൽ ഒരു പ്രോസസ്സ് നടക്കുകയാണ്. അതിനകത്ത് നമ്മൾ പാരലൽ ഒരു ട്രയലാണ് കേരളത്തിലെ ചാനലുകളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയ്ക്കും നാളിതുവരെയായി പങ്കെടുത്തിട്ടില്ല. എന്നാൽ തുടക്കത്തിൽ ഇതിൻ്റെ മറ്റ് സാമൂഹിക വശങ്ങൾ, സ്ത്രീകൾ ആ സമയത്ത് യാത്ര ചെയ്യുമ്പോൾ കേരളത്തിൽ അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റാത്തൊരു ഇടമായി മാറുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ, ഒരു പൗരൻ എന്നുള്ള നിലയ്ക്കുള്ള അഭിപ്രായങ്ങൾ ഒഴിച്ചാൽ, ഇത്തരം ക്രിമിനൽ നടപടികൾ നടക്കുമ്പോൾ പാരലൽ ട്രയൽ മാധ്യമങ്ങൾ നടത്താൻ പാടില്ല എന്ന അഭിപ്രായം, ശക്തമായ അഭിപ്രായം എനിക്കുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ ചാനലുകളിൽ നടന്നത് ഏകപക്ഷീയമായ ഒരു പാരലൽ ട്രയൽ. ആര് വേണമെങ്കിലും വിളിച്ചിരുത്തി, ഫ്ലോറിൽ വിളിച്ചിരുത്തി പ്രതിയാക്കപ്പെട്ട ആളെ ചെളിവാരി എറിയുന്ന, അതിന് വസ്തുതകളുടെയോ സാഹചര്യങ്ങളുടെയോ ഒന്നും പിൻബലമില്ലാത്തവരെ പോലും ചെളിവാരാൻ എറിയാൻ അനുവദിക്കുന്ന എയർ ടൈമുകളായി കേരളത്തിലെ പബ്ലിക് സ്പേസ് മാറിയിട്ടുണ്ട്. ഞാനിതിനകത്ത് കാണുന്നത് മാധ്യമങ്ങൾക്കൊരു ഉത്തരവാദിത്തമുണ്ട്, അവരത് ഭംഗിയായിട്ട് ഒരു പരിധിവരെ നിർവഹിക്കുന്നുണ്ട്. പക്ഷേ ട്രയൽ പ്രോസസ്സ് തുടങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട സംഗതി തുടങ്ങിയാൽ തങ്ങൾ എവിടെ നിൽക്കണം എന്ന് മാധ്യമങ്ങൾക്ക് തീർച്ചയായിട്ടും ബോധ്യമുണ്ടായിരിക്കണം. അങ്ങനെ ഒരു ബോധ്യം കേരളത്തിലെയോ ഇന്ത്യയിലെയോ മാധ്യമങ്ങൾക്കില്ല. വിചാരണയെ സ്വാധീനിക്കുന്ന തരത്തിൽ, പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷനെ സ്വാധീനിക്കുന്ന തരത്തിലാണ് ഈ ചർച്ചകൾ മുഴുവൻ പോകുന്നത്. അതിന്റെ മെറിറ്റിൽ SI ചെയ്യുന്നത് ശരിയാണോ, പ്രതി ചെയ്യുന്നത് ശരിയാണോ എന്ന തരത്തിൽ ചർച്ചകൾ വരുന്നു. ഞാൻ ഇന്ന് ഈ ചർച്ചയ്ക്ക് വരാൻ കാര്യം, സനീഷിന്റെ ഇന്നത്തെ ഈ ചർച്ചയുടെ ഇൻട്രൊഡക്ഷൻ തന്നെ PR ഏജൻസികളെ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയെ ദിലീപ് സ്വാധീനിക്കുന്നു എന്നുള്ള വിഷയം ഇന്ന് ചർച്ചയ്ക്കുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഇല്ലാതിരുന്ന ഫേസ്ബുക്കിലെ പുതിയ പ്രൊഫൈലുകൾ ക്രിയേറ്റ് ചെയ്ത്, പുതിയ 100 കണക്കിന് പ്രൊഫൈലുകൾ ക്രിയേറ്റ് ചെയ്ത് കോപ്പി പേസ്റ്റുകളായി ക്യാമ്പയിൻ പോലെ ദിലീപ് എന്ന നടൻ നടത്തുന്ന ചാരിറ്റബിൾ ആക്ടിവിറ്റീസും അദ്ദേഹത്തിന്റെ ചില പ്രവർത്തനങ്ങളും ഒക്കെ ഫേസ്ബുക്ക് മുഴുവനും പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു PR ഏജൻസി വർക്ക് നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള സംഭവങ്ങൾ എല്ലാ ആളുകളും ഇത്തരത്തിലുള്ള മഹാന്മാർ പോകുമ്പോഴെല്ലാം നടന്നിട്ടുണ്ട്. പലപ്പോഴും മാധ്യമങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ വിഷയത്തിൽ മാധ്യമങ്ങൾ ഒരു നടനെതിരാണെങ്കിൽ പലപ്പോഴും അനുകൂലമായി തന്നെയാണ്. മോഹൻലാലിന്റെ ആനക്കൊമ്പ് കേസ് നമുക്ക് അറിയാവുന്നതാണല്ലോ. എത്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്തു. ലുലു മുതലാളിക്കെതിരായി ഒരു വാർത്ത വന്നാൽ എത്ര മാധ്യമങ്ങൾ ഈ അർത്ഥത്തിൽ ചർച്ച ചെയ്യും. ചെമ്മണ്ണൂർ ജ്വല്ലറിക്കെതിരായി വന്ന ചർച്ചകൾ നമ്മൾ എത്ര മുമ്പോട്ട് കൊണ്ടുപോയി എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഞാൻ പറയുന്നത്, ഇതിനകത്ത് പൊതു താല്പര്യം എവിടെ നിൽക്കണം, ഒരു പ്രോസിക്യൂഷന്റെ പുറത്ത് നിൽക്കണം എന്നുള്ളത് മറ്റു വാർത്തകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറുപടി പറയാതെ മാറ്റിവെച്ചുകൊണ്ട് ഞാൻ ഒരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ. നോക്കൂ, ഇത് ഒരു പുതിയ പ്രക്രിയയാണ് എന്ന് കരുതുക. ഈ മട്ടിൽ കേരളത്തിലെ ഇത്രയ്ക്ക് സ്വാധീനശേഷിയുള്ള ഒരാൾ ഇതുപോലൊരു കേസിൽ കുടുങ്ങുന്നത് ആദ്യമായിട്ടാണ്. അതായത് മലയാള സിനിമ എന്നാൽ മലയാളത്തെ, കേരളത്തെ ആകപ്പാടെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ്. കലയാണോ മറ്റതാണോ എന്നൊക്കെ കാര്യം, കലയാണോ കലയല്ലാതെയാണോ എന്ന കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ പറയുന്ന ഒരു ഇൻഡസ്ട്രി എന്ന നിലയിൽ മലയാളിയെ രൂപീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ഈ മലയാള സിനിമ. അതിനകത്ത് ഏറ്റവും സ്വാധീനശേഷിയുള്ള മൂന്നാമത്തെ ആളല്ല അദ്ദേഹം, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് എന്നുകൂടെ പറയുന്ന ആളുകളുണ്ട്. ആ മൂന്നാമത്തെ ആളൊരു കേസിൽ കുടുങ്ങുമ്പോൾ താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇതുവരെ ഇല്ലാതിരുന്ന ചില കാര്യങ്ങൾ നടക്കുന്നു. അദ്ദേഹത്തിന് അനുകൂലമായിട്ട് വളരെ പെട്ടെന്ന് ഒരു വാർത്താ പ്രളയം അങ്ങോട്ടുണ്ടാകുന്നു. അത് പുതിയ സോഷ്യൽ മീഡിയ കാര്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അനുകൂലമായിട്ട് ജനാഭിപ്രായം ഉണ്ടാക്കാൻ ശ്രമം നടക്കുന്നു. ആ ജനാഭിപ്രായം സ്വാഭാവികമായിട്ടും ആ ജനങ്ങൾക്കകത്ത് പെടുന്നതാണ് ജഡ്ജിമാരും നിയമ സംവിധാനത്തിനകത്തെ ആളുകളും എന്ന് നിങ്ങൾ തന്നെ പറയുന്നു, ബഹുമാനരായ നിങ്ങൾ തന്നെ പറയുന്നു. അപ്പോൾ പിന്നെ ഈ ചർച്ചകൾ കൂടെ നടന്നില്ലെങ്കിൽ താങ്കളും അഡ്വക്കേറ്റ് ജയശങ്കറും ബിന്ദു കൃഷ്ണയും സുഭാഷ് ബാബുവും അടക്കമുള്ള രഞ്ജിത്ത് മാരാറും അടക്കമുള്ള എല്ലാ വശങ്ങളും പറയുന്ന ആളുകൾ വന്നിരുന്ന് നടക്കുന്ന ഈ ചർച്ചകൾ കൂടെ ഇല്ല എന്ന് കരുതുക. ഈ ചർച്ചകൾ നടക്കുന്നില്ല.
സമാന്തരമായിട്ട് ദിലീപിനെ ബൂസ്റ്റ് ചെയ്യുന്ന അദ്ദേഹം നിരപരാധിയാണെന്ന വാർത്തകൾ സോഷ്യൽ മീഡിയക്കകത്ത് വലിയ തോതിൽ വരികയും ചെയ്യുന്നു. എന്താണ് സംഭവിക്കുക? ഈ പറയുന്ന PR വർക്ക് നടത്താൻ പണമുള്ളയാൾ എല്ലാ കാലത്തും എല്ലാത്തരം കേസുകളിൽ നിന്നും ഊരിപ്പോകും എന്നതുണ്ടാവുകയില്ലേ? അപ്പോൾ പിന്നെ ഞങ്ങൾക്കിവിടെ ഇരുന്നു കൊണ്ട് ഈ ചർച്ചകളെ ന്യായീകരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ അത്? ഈ ചർച്ചകളെ വല്ലാത്ത തോതിൽ വഷളാകാത്ത വിധത്തിൽ കൊണ്ടുപോവുക, നീതിന്യായ വ്യവസ്ഥയെ ഡിസ്റ്റർബ് ചെയ്യാത്ത വിധത്തിൽ കൊണ്ടുപോവുക എന്നല്ലാതെ ചർച്ചകളെ നടത്താൻ പാടില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നത് എങ്ങനെയാണ് ഗുണപരമാവുക? ഈ വിഷയത്തിൽ എന്താണ് ചർച്ച ചെയ്യേണ്ടത് എന്ന് തുടക്കത്തിൽ അവസരം കിട്ടിയപ്പോൾ തന്നെ ഞാൻ പറയുകയുണ്ടായി. സിനിമാ മേഖല മുമ്പില്ലാത്ത വിധം ക്രിമിനൽ വൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. പല ക്രിമിനലുകൾക്കും സിനിമാ മേഖലയിൽ തൊഴിൽ എന്ന പേരിൽ ഒരു ടെമ്പററി സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും മെയിൻ ബിസിനസ്സായി കൊട്ടേഷൻ മാറുകയും ചെയ്ത ഒരു സംഭവം ഇപ്പോൾ വെളിയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ദിലീപിനെ പോലെ ഒരു നടൻ ഒരു ക്രിമിനൽ കേസിൽ പ്രതിയായി ജയിലിലാകുന്നു എന്നതിനേക്കാൾ അത്തരം സംഭവങ്ങൾ ഉള്ളതുപോലെ തന്നെ പുതിയ സംഭവങ്ങളാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. ഇത്തരം സംഭവങ്ങൾ തീർച്ചയായും ചർച്ച ചെയ്യാം. ദിലീപ് എന്ന നടൻ ഇതുവരെ സിനിമാ മേഖലയിൽ നടത്തിയ അദ്ദേഹത്തിന്റെ ക്രിമിനൽ ആക്ടിവിറ്റീസ് പലരെയും അദ്ദേഹം നിഷ്കാസനം ചെയ്യാൻ വേണ്ടി അദ്ദേഹം തന്റെ പവർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യാം. അതൊന്നും ഈ വിഷയത്തിന്റെ ഈ കേസിന്റെ ക്രിമിനൽ പ്രോസിക്യൂഷൻ, അതായത് ക്രിമിനൽ നടപടി ചട്ടം അനുസരിച്ച് മുമ്പോട്ട് പോകുന്ന കോടതിക്കകത്തും കോടതിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണങ്ങളെ ബാധിക്കുന്ന തരത്തിൽ ഈ ചർച്ചകൾ പോകരുത്. അതിനുള്ള അതിർത്തികൾ മാധ്യമങ്ങൾ നിർണ്ണയിക്കുന്നില്ല എന്നുള്ളിടത്താണ് ഞാൻ പരാതി പറഞ്ഞത്. ആ അതിർത്തി എവിടെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് മാധ്യമങ്ങൾക്ക് ധാരണയില്ല എന്നുള്ളതുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് അകത്ത് തന്നെ ആളുകൾ മുഖ്യമന്ത്രിയെ പോയി കണ്ട് ഇതിന് പരിധി നിശ്ചയിക്കണം എന്ന് പറയുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് ഈ ചർച്ചകൾ സ്വാധീനിക്കുന്നതെന്ന് പറയാം. അത് ജഡ്ജിമാരെ സ്വാധീനിക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം. ഈ ഇന്നലെ വരെ നിങ്ങൾ ഉണ്ടാക്കി വെച്ച ഈ പൊതുബോധം മുഴുവനും ദിലീപ് എന്നയാൾ പ്രതിയാണെന്ന് മാത്രമല്ല അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് ഇതുപോലെ മറ്റൊരു ചാനലിൽ ചർച്ച നയിക്കുന്ന ഒരാൾ ഇന്നലെ ഫേസ്ബുക്കിൽ കുറിച്ചത് ഞാൻ കണ്ടു. സനീഷിന്റെ തന്നെ സുഹൃത്താണ് ഹർഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞ ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ നിങ്ങൾ പൊതുബോധത്തിലായിരിക്കും അല്ലെങ്കിൽ പൊതു താല്പര്യത്തിലായിരിക്കും എടുക്കുന്നത്. പക്ഷേ നിങ്ങൾ പ്രതി സ്ഥാനത്ത് മാത്രം നിൽക്കുന്ന ഒരാളെ കുറ്റവാളിയായി ചിത്രീകരിക്കുകയും നാളെ കോടതികൾ തെളിവില്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ ദിലീപിനെ വിട്ടാൽ മജിസ്ട്രേറ്റ് പണം വാങ്ങിച്ചുകൊണ്ട് വിട്ടതാണെന്ന് ഈ ജനത്തെ കൊണ്ട് പറയിക്കുകയും ചെയ്യും. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം ക്രിമിനൽ പ്രോസിക്യൂഷൻ നടപടികളുടെ അടിസ്ഥാനത്തിൽ മാത്രം നടക്കേണ്ട ഒരു വിചാരണയെ അത്തരത്തിൽ സ്വാധീനിക്കുന്ന വിധത്തിൽ ചർച്ചകൾ നടത്തുന്നത് ശരിയല്ല. കാരണം ഈ ജനങ്ങൾ വിചാരിക്കുന്നത് ജഡ്ജിമാർ പണം വാങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉദ്ഘാടനത്തിന് പോയതുകൊണ്ടാണ് ജാമ്യം കൊടുത്തതെന്ന മട്ടിലാണ്. ക്രിമിനൽ നടപടികൾ നമ്മൾ വിചാരിക്കുന്നതിലും വളരെ ദുർഘടമാണ്. ഞാനൊരു സാധാരണക്കാരനും ഒരു പൊതുപ്രവർത്തകനും ആയതിനു ശേഷം ദീർഘകാലത്തിന് ശേഷമാണ് അഭിഭാഷകനായത്. സനീഷിനറിയാം. അഭിഭാഷകനാകുന്നതിന് മുമ്പ് നമുക്ക് നിയമത്തെ പറ്റിയുള്ള ധാരണയല്ല ഈ കോടതി സംവിധാനത്തിനകത്ത് നിൽക്കുന്നത്. പലപ്പോഴും തെളിവുകളുടെ അഭാവത്തിൽ പ്രതികൾ വെറുതെ വിടുന്നത് പ്രോസിക്യൂഷന്റെ വീഴ്ചയാണ്. അത്തരം വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുന്നതിന് പകരം ഈ തോക്കിൽ കയറി വെടിവെക്കുക എന്ന തരത്തിലുള്ള ചർച്ചകൾ ഈ സിസ്റ്റത്തെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ചർച്ചയെക്കുറിച്ചല്ല സ്വാഭാവികമായിട്ടും ഈ ചർച്ച ഈ പറയുന്ന ആരോപണങ്ങളെന്ന് എനിക്കറിയാം. ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്ന ഈ ചർച്ചയെക്കുറിച്ചല്ല. എങ്കിൽ തന്നെയും നോക്കൂ, അന്വേഷണത്തെ ബാധിക്കുന്ന വിധത്തിൽ ചർച്ചകൾ മാധ്യമങ്ങൾ നടത്താൻ പാടില്ല എന്ന് പറയുന്നതിനേക്കാൾ എളുപ്പമല്ലേ നിങ്ങൾ ഒരു സംവിധാനത്തിന്റെ പരമമായിട്ടുള്ള വിശുദ്ധമായിട്ടുള്ള ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ്. പുറത്തെന്ത് ചർച്ചകളും നടന്നുകൊള്ളട്ടെ, അതിനാൽ സ്വാധീനിക്കപ്പെടേണ്ടതില്ല. നിങ്ങൾക്ക് മുന്നിലുള്ള തെളിവുകളും നിങ്ങളുടെ നടപടിക്രമങ്ങൾക്കും അനുസരിച്ച് കാര്യങ്ങൾ പോയാൽ മതിയെന്ന് ബഹുമാന്യരായ ജഡ്ജിമാരോട് ഈ നീതിന്യായ സംവിധാനത്തിന് അകത്തിരിക്കുന്ന ആളുകളോട് പറയുന്നതല്ലേ കൂടുതൽ മെച്ചപ്പെട്ട കാര്യം. നോക്കൂ, ഇത്രയ്ക്ക് പ്രമാദമായൊരു സംഭവം കേസ് ഏത് നിലക്ക് ചർച്ച ചെയ്യപ്പെടില്ല എന്നാണ് ഈ പറയുന്ന പ്രതിഭാഗം അഭിഭാഷകൻ വന്ന് സംസാരിക്കുന്നു, പ്രോസിക്യൂഷൻ ആളുകൾ വന്ന് സംസാരിക്കുന്നു, ഞങ്ങൾക്ക് മുന്നിലൂടെ ഒരു സൂപ്പർ താരം അങ്ങോട്ടും ഇങ്ങോട്ടും തെളിവെടുക്കാൻ വേണ്ടി പോവുകയാണ്. അത് ചർച്ച ചെയ്യരുത്. ആ ചർച്ച ഈ പറഞ്ഞ പ്രതിഭാഗം അഭിഭാഷകനും മറ്റ് അഭിഭാഷകരും എന്ന് പറയുന്ന കാര്യങ്ങളിലേക്ക് സ്പർശിക്കാനേ പാടില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നതിന് പകരം നിങ്ങളെ നയിക്കേണ്ടത് നിയമമാണ്. നീതിന്യായ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് കാര്യങ്ങളെ കൊണ്ടുപോകണമെന്ന് ആ സംവിധാനത്തിനകത്തുള്ള ആളുകൾ വിചാരിച്ചാൽ പോരെ, പ്രശ്നം തീർന്നില്ലേ? അത് വളരെ സ്വാഭാവികമായിട്ട് ലളിതമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഇപ്പോൾ ഇംഗ്ലണ്ടിലൊക്കെ ഞങ്ങൾ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് സാർമാർ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അത് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല, അവിടെ പോയി അന്വേഷിച്ചാലറിയും. ഇംഗ്ലണ്ടിലും മറ്റുമൊക്കെ ന്യായാധിപന്മാർ പത്രം പോലും വായിക്കുകയില്ല എന്നാണ് പറയുന്നത്. കാരണം പത്രം വായിച്ചാൽ പത്രത്താൽ സ്വാധീനിക്കപ്പെട്ടാലോ അവരുടെ മുമ്പിൽ പരിഗണനയ്ക്ക് വരുന്ന കേസുകളുടെ വസ്തുതകൾ മറ്റേതെങ്കിലും തരത്തിൽ കേസിൽ നിന്ന്, തെളിവിൽ നിന്ന്, നിയമത്തിൽ നിന്നല്ലാതെ മറ്റേതെങ്കിലും സോഴ്സിൽ നിന്ന് അറിയാനിടയാവുന്നത് ശരിയാകുകയില്ല എന്ന ഒരു ധാരണ ഒരു കാലത്തുണ്ടായിരുന്നു. ജഡ്ജിമാർ വളരെ സെക്ലൂഡഡ് ആയിട്ടുള്ള ലൈഫാണ് നയിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് പൊതുജനങ്ങളുമായി സമ്പർക്കം ഉണ്ടാവുമായിരുന്നില്ല. ജഡ്ജി എന്ന് വെച്ചാൽ ഒരു അടഞ്ഞ ഒരാളാണ്. അദ്ദേഹത്തിന് ഒരു പൊതുജീവിതമില്ല.
പുറത്തു പോകാൻ പാടില്ല, മറ്റുള്ള ആളുകളുമായിട്ട് സംസാരിക്കാൻ പാടില്ല, കല്യാണത്തിന് പോകാൻ പാടില്ല. അങ്ങനെയൊക്കെയായിരുന്നു ഒരു കാലത്ത്, വളരെ അടുത്ത കാലം വരെ. ഒരു 80 വരെയൊക്കെ ജഡ്ജിമാരെ കുറിച്ചുള്ള സങ്കല്പം എന്നാണ്. ജഡ്ജിയെ ഒരാൾ വഴിയിൽ വെച്ച് കണ്ടാൽ ചിരിക്കില്ല, കാരണം ചിരിച്ചാൽ ആ ജഡ്ജിയുടെ ഗൗരവം കുറഞ്ഞു പോകും. ജഡ്ജി നമ്മളോട് ചിരിച്ചാൽ അദ്ദേഹത്തെക്കുറിച്ച്, നമ്മൾ ചിരിക്കുന്ന ആളെക്കുറിച്ചും ജഡ്ജിയെക്കുറിച്ചും ജനങ്ങൾക്ക് സംശയം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ വളരെ മറ്റുള്ളവരിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞിരുന്ന ഒരാളാണ് ജഡ്ജി. ജഡ്ജിയെക്കുറിച്ചുള്ള സങ്കല്പം അതായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് മാറി. ഇപ്പോൾ കാര്യങ്ങൾ വളരെ പെട്ടെന്ന്, വളരെ ഫാസ്റ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ന്യായാധിപന്മാരൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനോരമയും മാതൃഭൂമിയൊക്കെ വായിക്കുന്നവരാണ്. അത് വായിക്കുമ്പോൾ അവർക്കൊരു ധാരണയുണ്ടാവും. അതുപോലെ ടെലിവിഷൻ ചർച്ചകൾ കാണുന്നവരാണ്. ഇപ്പോൾ നമ്മളൊക്കെ തന്നെ കോടതിയിൽ ചെല്ലുമ്പോൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ പലപ്പോഴും ചില ദിവസം ഈ ചാനലിൽ പറഞ്ഞതിനെക്കുറിച്ചൊക്കെ തന്നെ ചില ജഡ്ജിമാർ പരാമർശിച്ച് എൻ്റെ അനുഭവം ഉണ്ടായിട്ട്. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അവരിതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, ഇതൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ MV ജയരാജൻ്റെ കേസിലൊക്കെ നമ്മളറിയാമല്ലോ, ഈ ജയരാജൻ നടത്തിയ പ്രസംഗം. അത് ജയരാജൻ ആകെ ഒരു തവണ പ്രസംഗിച്ചുള്ളൂ. മാധ്യമങ്ങളത് എത്രയോ തവണ ആവർത്തിച്ച് കാണിച്ചു. മാധ്യമങ്ങൾക്കെതിരെ കോടതി ലക്ഷ്യമില്ല. ജയരാജൻ കോടതി ലക്ഷ്യത്തിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ പോയി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ മാധ്യമങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, വളരെ സ്വാധീനമുണ്ട്. അത് ജഡ്ജിമാരെയും പ്രകടമായിട്ടല്ലെങ്കിൽ പ്രത്യക്ഷമായിട്ടല്ലെങ്കിൽ മറ്റു തരത്തിൽ സ്വാധീനിക്കും. ഒരു ജഡ്ജിയെ സമ്മതിക്കുകയില്ല ഞാൻ ഇന്ന ഏഷ്യാനെറ്റിലെ ചർച്ച കണ്ടിട്ടാണ് ഈ കേസ് വിധിച്ചത്, അല്ലെങ്കിൽ ഒരു ജഡ്ജിയെ സമ്മതിക്കില്ല ഞാൻ മനോരമയിലെ വാർത്ത വായിച്ചിട്ടാണ് ഈ കേസ് വിധിച്ചപ്പോൾ എൻ്റെ ചായ്വ് ആ ഭാഗത്തേക്ക് പോയത് എന്ന്. അങ്ങനെയല്ല. പക്ഷേ സമ്മതിച്ചില്ലെങ്കിലും അത് പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും ന്യായാധിപന്മാരെ സ്വാധീനിക്കത്തുള്ളൊരു സത്യമാണ്. അത് രണ്ട് രീതിയിലുള്ള പ്രചരണമാകാം. ഇപ്പോൾ പ്രതിക്ക് അനുകൂലമായിട്ടുള്ള പ്രചരണവും സ്വാധീനിക്കാം, പ്രതിക്കെതിരായിട്ടുള്ള പ്രചരണവും സ്വാധീനിക്കാം. ചില ജഡ്ജിമാർ, ഒരു വലിയ സംഭവം, പണ്ട് പറവൂര് സബ് ജഡ്ജി ആയിരുന്ന ഒരാൾ, പേര് ഞാനിവിടെ പറയുന്നില്ല, കേരളത്തെ പിടിച്ചു കുലുക്കിയ വളരെ പ്രമാദമായ ഒരു കൊലപാതകം നടന്നപ്പോൾ അദ്ദേഹം പറവൂർ സബ് ജഡ്ജി എന്ന സ്ഥാനത്ത്. ഞാൻ തിരിച്ചു വരാം, താങ്കളുടെ ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്. ശ്രീമതി ബിന്ദു കൃഷ്ണ, പരോക്ഷമായിട്ടാണെങ്കിലും ഇത്തരം കാര്യങ്ങളെ ബാധിക്കും എന്ന് നമ്മൾ ആവർത്തിച്ച് പറയുമ്പോൾ ഈ പറയുന്ന പ്രശ്നമുണ്ട്. അതായത് നിങ്ങൾക്ക് പൊതുജന ബോധത്തെ ക്രിയേറ്റ് ചെയ്യാം ഈ കാലത്ത്, അതിന് പണമെറിഞ്ഞാൽ മതി. പണമെറിഞ്ഞാൽ പൊതുജന ബോധത്തെ ക്രിയേറ്റ് ചെയ്യാം സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും. അതോടൊപ്പം തന്നെ ഈ പറയുന്ന മുഖ്യധാരാ മാധ്യമങ്ങളിലെ ചർച്ചയെ, അതിനകത്തെ പ്രശ്നങ്ങളെ എടുത്ത് പർവ്വതീകരിച്ച് ഈ ചർച്ചയെ നടത്താൻ പാടില്ല എന്ന നിലപാട് കൂടെ സ്വീകരിച്ചാൽ വളരെ എളുപ്പമാണ് ഈ പറയുന്ന സ്വാധീനശേഷിയുള്ള പണമുള്ള നടൻ എന്ന അധികാര പദവിയൊക്കെയുള്ള ആളുകൾക്ക് കാര്യങ്ങളെ വഴിതെറ്റിക്കാൻ. PR ഏജൻസിയൊക്കെയാണ് അത്ര. അപ്പോൾ അങ്ങനെ ചെയ്യാവുന്നൊരവസ്ഥ, ഇപ്പറയുന്ന സ്വാധീനങ്ങൾക്ക് വിധേയമായി പോകുന്നൊരു ജുഡീഷ്യൽ സംവിധാനമാണുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും വേണം. അപ്പോൾ കോടതിക്കകത്ത് വക്കീലിനെ വെച്ച് ബാധിക്കുന്ന അതേ സമയത്ത് ഏതാണ്ട് അതിനേക്കാൾ കൂടിയ തുക പുറത്തുകൂടെ ചെലവാക്കിയാൽ നിങ്ങൾക്ക് ഊരിപ്പോരാം എന്നതാണ് ഇപ്പോഴത്തെ വസ്തുത. അതാണ്. അത് എത്രക്ക് ഗുണകരമാണ്. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, പൊതുജന ബോധത്തെയോ കോടതിക്കകത്തെയോ ബോധങ്ങളെ സ്വാധീനിക്കാൻ പറ്റാത്ത ആളുകൾ എല്ലാ കാലത്തും ഈ പറയുന്ന പോറ്റിയുടെ കോടതിയിൽ മറ്റുള്ളവർ പരിഗണിക്കപ്പെടുന്ന പോലെ അങ്ങോട്ട് ഇല്ലാതാവുകയും സമ്പത്തുള്ള ആളുകൾ എല്ലാ കാലത്തും ഊരിപ്പോരുകയും ചെയ്യും എന്ന അവസ്ഥ ഉണ്ടാവുകയില്ലേ? തീർച്ചയായും അപകടകരമായ ഒരു അവസ്ഥയാണത്. ആ അവസ്ഥ ജനാധിപത്യ സമൂഹത്തിൽ ഉണ്ടാവാൻ പാടുള്ളതല്ല. കാരണം മാധ്യമങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായും ജനാധിപത്യത്തിന്റെ 4ാം നെടുന്തൂണ് തന്നെയാണ്. ആ നെടുന്തൂണിന്റെ പ്രവർത്തനങ്ങളെ എന്നൊക്കെ നമ്മൾ നിരാകരിക്കുന്നുവോ അന്നൊക്കെ ജനാധിപത്യത്തിന് കറുത്ത അധ്യായങ്ങൾ മാത്രമാണ് സമ്മാനിക്കുന്നതെന്ന് നമുക്കറിയാം. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കേരളത്തിലെ അറിയപ്പെട്ട പ്രശ്നങ്ങളുണ്ടാക്കിയ എല്ലാ കേസുകളിലും, സ്ത്രീപീഡന കേസുകൾ വിശേഷിച്ച് നാം എടുത്തു നോക്കൂ. ആ കേസുകളിലെല്ലാം തന്നെ ആദ്യഘട്ടത്തിൽ ആ കേസ് വളരെ ആശങ്കയോടുകൂടി നാം റിപ്പോർട്ട് ചെയ്യുകയാണ് എങ്കിൽ പിന്നെ ഇരയെ ആക്രമിക്കുവാനും ആക്ഷേപിക്കുവാനും സ്വഭാവഹത്യ ചെയ്യുവാനുള്ള നിരന്തര ശ്രമങ്ങളാണ്. ആ ശ്രമങ്ങളെ അതിജീവിക്കുന്നത് ഒരു പരിധിവരെ കേരളത്തിലെ മാധ്യമങ്ങൾ കാണിക്കുന്ന ഇടപെടലുകളാണ് എന്ന് സ്ത്രീ എന്ന നിലയിൽ അഭിമാനത്തോടുകൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ പഴയ ഫ്യൂഡലിസ്റ്റ് സമ്പ്രദായത്തിൽ പോലെ സ്ത്രീ എപ്പോഴും ആക്രമിക്കപ്പെടാനുള്ള ആളാണ്, എവിടെ പുരുഷന് അവളെ ആക്രമിക്കണമെന്ന് തോന്നുന്നുവോ അവിടെ ആക്രമിക്കുന്ന ഒരു തെറ്റുമില്ല എന്ന നിലയിലേക്ക് പൊതുബോധം സൃഷ്ടിക്കുവാൻ ഇതുപോലുള്ള PR വർക്കുകൾ ഉപകരിക്കപ്പെടും. ഒരു കാലത്ത് ജാതിയുടെ പേരിലും ഐത്തത്തിന്റെ പേരിലും ഒക്കെ അങ്ങനെ ആയിരുന്നല്ലോ കേരളത്തിലെ സ്ത്രീകളുടെ ജീവിതം ദുസ്സഹമാക്കിയിരുന്നത്. അതുകൊണ്ട് ഈ കേസിൽ തന്നെ എത്രയോ തവണ അതുണ്ടായി. എത്ര അറിയപ്പെടുന്ന നേതാക്കന്മാർ, എത്ര അറിയപ്പെടുന്ന സിനിമാ താരങ്ങൾ ഒക്കെ ആ ഇരയെ വീണ്ടും ആക്രമിച്ചുകൊണ്ട് അവഹേളിച്ചുകൊണ്ട് പോയി. അവിടെ മാധ്യമ ഇടപെടലുകൾ ഇല്ലായിരുന്നുവെങ്കിൽ അവർക്കെതിരെ കേസ് ഉണ്ടാവുമായിരുന്നോ? ഞങ്ങളെപ്പോലുള്ള സാധാരണ പൊതുപ്രവർത്തകർ അറിയുമായിരുന്നോ? വീണ്ടും വരെ ആക്രമിച്ചുകൊണ്ട് പോകും. മാത്രമോ ജുഡീഷ്യൽ ഓഫീസേഴ്സ് എല്ലാവരും
മാധ്യമ ചർച്ച മാത്രം നോക്കി സ്വാധീനിക്കപ്പെട്ട് വിധി എഴുതുമെന്ന് വിശ്വസിക്കാൻ എനിക്ക് പറ്റുന്നില്ല. വലിയ അറിവൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ഒരു 10-15 വർഷം കോടതി മുറികൾ കയറി ഇറങ്ങി വിവിധ കേസുകൾ നടത്തിയിട്ടുള്ള ഒരു അഭിഭാഷക എന്ന നിലയിൽ പൂർണ്ണമായി സ്വാധീന വലയത്തിൽ പെടും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അമിതമായ ഒരു ജനവികാരം സൃഷ്ടിക്കപ്പെടുന്ന ഒരു തീർച്ചയായും അത് സ്വാധീനിക്കപ്പെടുന്നവരാകരുത്. ജുഡീഷ്യൽ ഓഫീസേഴ്സ് ഇമ്പാർഷ്യൽ ആയിരിക്കണം എന്നത് തന്നെയാണ് ജുഡീഷ്യൽ സിസ്റ്റത്തിന്റെ അടിസ്ഥാന തിയറി. ഒരു പരിധിവരെ അത് തന്നെയാണ്. ഒറ്റപ്പെട്ട സംഭവങ്ങളെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമായിരിക്കും. ഈ കേസിൽ ഏതെങ്കിലും ഒരു മാധ്യമം ദിലീപിനെ പ്രതിയാക്കാൻ വേണ്ടി ചേർന്ന്, ഞാൻ എല്ലാ മാധ്യമവും കാണുന്നില്ല എങ്കിൽ പോലും ചില ചർച്ചകളിലൊക്കെ പങ്കെടുത്തുന്ന ദിലീപിനെ പ്രതിയാക്കാൻ ആരെങ്കിലും ശ്രമിച്ചു എന്ന് എനിക്കറിയില്ല. സൂചനകള് ക്രിമിനൽ കോൺസ്പിറൻസി എന്ന സിനിമാ മേഖലയിൽ നിന്നുള്ള ശക്തമായ ആരോപണത്തെ തുടർന്ന് അതിന്റെ സാധ്യതകൾ തേടി പോവുകയും അങ്ങനെ ഒരു ക്രിമിനൽ കോൺസ്പിറൻസി ഇല്ല എന്ന് പറഞ്ഞ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിയെ കൊണ്ട് അത് തിരുത്തിച്ചതും കേരളത്തിലെ മാധ്യമങ്ങളുടെ ഇടപെടൽ തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സാധാരണ പൊതുപ്രവർത്തകയാണ് ഞാൻ. തീർച്ചയായും പരിധി വിട്ട് മാധ്യമ ചർച്ചകൾ വരും ദിവസങ്ങളിലും തുടരുക തന്നെയാണ് ചെയ്യുക. നമ്മൾ തന്നെ ഒരുപക്ഷെ ആ ചർച്ചകളിൽ പങ്കെടുക്കേണ്ടതായും വരും. എന്തുകൊണ്ടെന്നാൽ അത് അത്രയ്ക്ക് പ്രധാനപ്പെട്ട കേസാണ്. ചർച്ച ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യും. അത് സ്വാഭാവികമായിട്ട് നടക്കും. പക്ഷേ നീതിന്യായ വ്യവസ്ഥയ്ക്ക് അതിൻ്റെതായ ദൗർബല്യങ്ങളുണ്ട് എന്ന് പറയുന്നത് പോലെ മാധ്യമങ്ങൾ മേഖലകൾക്കും അതിൻ്റെ ചർച്ചകൾക്കും ഉണ്ടാകാം ഒരുപക്ഷെ ഇത്തരം ദൗർബല്യങ്ങൾ. അത് പക്ഷേ അത്തരം സംഗതികളെ പൂർണ്ണമായിട്ടങ്ങ് നിരാകരിച്ച് കളയുക എന്നത് എന്തായാലും സാധ്യമായിട്ടുള്ള കാര്യമല്ല. ആ ശൂന്യതയിലേക്ക് ഈ പറയുന്ന പണം കൊണ്ടുണ്ടാക്കാവുന്ന പൊതുജനാഭിപ്രായം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വാർത്തകളെന്ന് തോന്നുന്ന കള്ളപ്രചരണങ്ങൾ ഒരാൾക്ക് അനുകൂലമായിട്ട് ആ ഇടത്തെ കൂടെയാണ്, നമ്മൾ ശൂന്യമാക്കി വെക്കുന്ന ഇടത്തെ കൂടെയാണ് സ്വാധീനിക്കുക, നിറയ്ക്കുക എന്നതുകൊണ്ട് അങ്ങനെ പണമുള്ള ആളുകൾക്ക് മാത്രം ഇത്തരം കേസുകളിൽ ഇത്തരം കള്ളപ്രചരണങ്ങൾ PR വർക്ക് നടത്തി രക്ഷപ്പെട്ടു പോകാവുന്ന അവസ്ഥ ഈ നാട്ടിൽ ഉണ്ടാകരുത് എന്നതുകൊണ്ട് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിലും ഈ ചർച്ച തുടരുക തന്നെയാണ് ചെയ്യുക. വളരെ നന്ദി അഡ്വക്കേറ്റ് ജയശങ്കർ, അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ, ശ്രീമതി ബിന്ദു കൃഷ്ണ, ശ്രീ സുഭാഷ് ബാബു ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. പ്രധാന വാർത്തകളിലേക്ക് വീണ്ടും. നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളുള്ള ഫോൺ ദിലീപിന്റെ കയ്യിലെന്ന് പോലീസ്. പൾസർ സുനി ഫോൺ ദിലീപിന് കൈമാറിയെന്ന് പോലീസ് റിപ്പോർട്ട്. ദിലീപ് നാളെ വൈകിട്ട് വരെ കസ്റ്റഡിയിൽ. ചോദ്യം ചെയ്യൽ തുടരുന്നു. മതിയായ തെളിവുണ്ടെന്ന് പ്രോസിക്യൂഷൻ. പിന്നെന്തിന് മാപ്പുസാക്ഷിയെന്ന് അഡ്വക്കേറ്റ് രാംകുമാർ. മുൻ പോലീസ് മേധാവി സെൻകുമാറിനെതിരെ കേസെടുക്കാൻ നിയമോപദേശം. പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലിന്റെ ഇടപെടൽ. സെൻകുമാർ മതസ്പർദ്ധ വളർത്തിയെന്ന പരാതി. സ്വാശ്രയ പ്രവേശനത്തിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ വിമർശം. സ്വാശ്രയ ഓർഡിനൻസ് വൈകിച്ചത് എന്തിന്? ഫീസ് നിർണ്ണയിക്കാൻ 11 മണിക്കൂർ വരെ കാത്തിരിക്കണോ എന്നും കോടതി. MBBS ഫീസ് കുറച്ചു, BDSന് കൂട്ടി. പ്രവേശന മേൽനോട്ട സമിതിയുടെ സാധുതയിൽ വിധി തിങ്കളാഴ്ച. നീറ്റ് കൗൺസിലിംഗുമായി മുന്നോട്ടു പോകാമെന്ന് സുപ്രീം കോടതി. തിങ്കളാഴ്ച മുതൽ നഴ്സുമാർ പ്രഖ്യാപിച്ച അനിശ്ചിതകാല സമരം താൽക്കാലികമായി തടഞ്ഞ് ഹൈക്കോടതി. സമരം നിയമവിരുദ്ധം, മനുഷ്യജീവന് വിലയുണ്ടെന്നും കോടതി. ജോലിക്ക് കയറണമെന്ന് നഴ്സുമാരോട് ആരോഗ്യമന്ത്രി. പിന്തുണയർപ്പിച്ച് BS സമരപ്പന്തലിൽ. വിട്ടുവീഴ്ചയില്ലെന്ന് നഴ്സുമാർ. ആശുപത്രികൾ അടച്ചിടാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് KPHA. മൂന്നാറിലെ റവന്യൂ ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റത്തിൽ പിഴവ് ഏറ്റുപറഞ്ഞ മന്ത്രി E. ചന്ദ്രശേഖരൻ. തിടുക്കത്തിലുള്ള നടപടി വേണ്ടിയിരുന്നില്ല. ഒഴിപ്പിക്കൽ സംഘത്തിലെ ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റിയ തീരുമാനം മരവിപ്പിച്ചു. ടൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.